We'll start. Yeah. Hi all. Today we are having the third webinar of our Vera webinar series, and today's conversation is on the topic micro-regional tourism as a catalyst for conservation of rural landscapes. So we'll be looking at mainly an evolution of a trail that is developed in the regions of Katlupara and Iraviperur. And Adira, me and Jasni will be talking about it more. Um, Regarding the trail, this heritage trail is 3+ years, and we have a lot of sports places that are tied to a lot of cultural values, historical values, and everything. And these are plotted on into a heritage trail. And this trail is something that is very slow tourism fact or something that is very unique to the region as well. So if you want to experience this in person, we have a heritage walk upcoming on January 31st, and you can go ahead and register with us if you are interested in that. Here's a QR code to the heritage walk. And Disney will be taking out from here, and we'll be continuing with the topic of today's conversation. Thank you, Sangeeta. Before going on, I would just like to ask Nihil Das if you are someone who understands Malayalam, can you please raise your hand? Otherwise, then I'll make it an exclusive English conversation. Yes, I can very well understand Malayalam. Hello. Thank you. Yeah, I'm an archaeologist. I am looking after the monuments of Telangana. Oh, wow. Okay. I am Malayaliana. ഓക്കെ ദാറ്റ്സ് ഗ്രേറ്റ് ടു നോ. അപ്പോൾ നമ്മൾ കൂടുതലും ബൈലിംഗ്വൽ ആയിട്ടാണ് സാധാരണ സംസാരിച്ച് എത്തിപ്പെടാറ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാം മോസ്റ്റ് ലൈക്ലി ഇന്ന് നമ്മൾ സംസാരിക്കാം. ഞങ്ങൾ ഈ ധര എന്ന് പറയുന്ന പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിലിപ്പോൾ ഇതിന് മുന്നത്തെ സ്ലൈഡിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഒരു ക്യാച്ച് ഫ്രേസ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞേക്കുന്നത് ബിൽഡ് ഹെറിറ്റേജ്, സ്ലോ ട്രാവൽ ആൻഡ് മൈക്രോ റീജിയണൽ ഹെറിറ്റേജ് ആണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റിലോട്ട് എത്തുമ്പോൾ ആദ്യം പ്രിഡോമിനൻ്റ്ലി കെട്ടിട നിർമ്മാണ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ, ആർക്കിടെക്ട്സും അതല്ലാതെ ആ ഒരു കൺസ്ട്രക്ഷൻ ഫ്രിറ്റേണിറ്റിയിലുള്ള വേറെയും കുറച്ച് ആൾക്കാർ ചേർന്നിരുന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നത്. അതെങ്ങനെ വന്നെന്ന് വെച്ചാൽ ആസ് പീപ്പിൾ ഫ്രം ദ ഫ്രിറ്റേണിറ്റി നമ്മൾ ഏറ്റവും എക്സൈറ്റ് ചെയ്യിച്ചിട്ടുള്ള പ്രോജക്ട്സ് പഴയ തറവാടുകളുടെ കൺസർവേഷനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫി ചെയ്യാൻ നമ്മൾ എക്സൈറ്റ് ചെയ്യിച്ചിട്ടുള്ളതും പഴയ തറവാടുകളാണ്. ബട്ട് ഓൾസോ ഹാവിങ് സെറ്റ് ദാറ്റ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് നമ്മൾ താമസിക്കാനാണെങ്കിലും ഞങ്ങൾ ഒരു ആഫ്റ്റർ പോയിന്റ് ഓഫ് ടൈം നമ്മൾ ഏറ്റവും കൂടുതൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഇതേപോലെ പഴയ തറവാടുകൾ അല്ലെങ്കിൽ അതാത് സ്ഥലത്തെ ഒരു ഐഡൻറ്റിറ്റി ഉള്ള സ്പേസസ് ആയിരുന്നു കൂടുതലും നമ്മൾ യാത്രകളിൽ താമസിക്കാനും കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദെൻ വാട്ട് വി ലുക്ക്ഡ് അറ്റ് ഇസ് നമ്മൾ ഈ ഒരു ഫ്രെയിം വർക്കിൽ നോക്കുമ്പോൾ ഒരു പഴയ തറവാട് പൊളിഞ്ഞു പോകുമ്പോൾ അതിൽ അതായത് വിഷമമുള്ള കുറേ ആർക്കിടെക്ട്സും ആ ഒരു ഫ്രിറ്റേണിറ്റി എന്നുള്ള ആൾക്കാർ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇരുന്ന് കുറേ ചർച്ചകൾ ചെയ്യും. പക്ഷേ ഇതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പഴയ തറവാടുകൾ ഡോക്യുമെൻ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ, അതായത് അതിൻ്റെ ഓണർ എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മളെ കൊണ്ട് എന്താണ് ഒരു ഗുണം ഉണ്ടാവുന്നത്, ഈ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് മാത്രം മതിയോ അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് വെച്ചാണെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ആദ്യം നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത്. സോ ദെൻ വാട്ട് വി റിയലൈസ്ഡ് ഇസ് ദാറ്റ് ബിൽഡ് ഹെറിറ്റേജ് എന്ന് പറഞ്ഞ സാധനം നമുക്കതിനെ പ്രായോഗികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മിയർലി റൊമാൻറ്റിസൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്തുകൊണ്ട് മാത്രം അതിൻ്റെ കൺസർവേഷൻ നടക്കില്ല. ദർ ഹാസ് ടു ബി എ സസ്റ്റനൻസ്, അതായത് ഒരു ഫിനാൻഷ്യൽ റെസിലിയൻസ് വെയർ the building can to an extent create a financial model for its own maintenance.
ആ മെയിൻ്റനൻസിനുള്ള കാശെങ്കിലും നമുക്ക് അതിനകത്തുനിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് വിൽ ഓൾവേസ് ബി എ ലയബിലിറ്റി. ആൻഡ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ എവിടെയെങ്കിലും ഒരു ബിൽഡിംഗ് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടാവും പൊളിക്കാനായിട്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് കോൺവേഴ്സേഷൻസിലായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വി സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് പോസിബിലിറ്റീസ് ഓർ വി സ്റ്റാർട്ടഡ് ഐഡിയേറ്റിംഗ് അബൌട്ട് വാട്ട് ക്യാൻ ബി പോസിബിലിറ്റീസ് ഫോർ ബിൽഡിംഗ് ദിസ് റെസിലിയൻസ് ഓർ ഹെൽപ്പിംഗ് വിത്ത് ഇറ്റ്. അത് ഞാൻ ഒരു ആർക്കിടെക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ നിന്നുള്ള ഒരാൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ അല്ലാണ്ട് ഈ ഒരു മേഖലയിൽ നിന്നുള്ള എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ സെൻസിബിലിറ്റീസിൻ്റെ എനിക്ക് തന്നെ അറിയാം, എൻ്റെ പൊട്ടൻഷ്യൽ അറിഞ്ഞുകൊണ്ട്, പക്ഷെ നോട്ട് ലെറ്റിംഗ് ദാറ്റ് ബി ദ ഫോർഗ്രൗണ്ട് ഓഫ് കോൺവെർസേഷൻ. ഹൗ ഡു ഐ അപ്രോച്ച് എ ബിൽഡിംഗ്? ഈ ഒരു സ്പേസിൽ നിന്നാണ് നമ്മളിതിനെ അപ്രോച്ച് ചെയ്തത്. സോ ബിൽഡ് ഹെറിറ്റേജ് കൺസർവേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ബിൽഡിംഗ് ആയിരുന്നു ശങ്കരമംഗലം തറവാട് എന്ന് പറഞ്ഞ് ഇരവിപ്പേരൂർ പഞ്ചായത്തിൽ മണിമലയാറിൻ്റെ തീരത്തുള്ള ഒരു നസ്രാണി തടിപ്പുര. അത് അവരുടെ സോഷ്യൽ ഹിസ്റ്ററി അനുസരിച്ചിട്ട് 320 വർഷത്തിൽ കൂടുതൽ പഴക്കമാണ് അവരുടെ സോഷ്യൽ ഹിസ്റ്ററിയിൽ അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് എടുത്തപ്പോൾ ഇതിൻ്റെ ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോൾ ബിൽഡ് ഹെറിറ്റേജ് കൺസർവേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്കറിയാം. എങ്ങനെ അതിലോട്ട് എത്തും എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു ചോദ്യം. നെക്സ്റ്റ് സ്ലൈഡ്. സോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് എന്ത് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ കൂടുതലും ശ്രമിക്കുന്ന ആൾക്കാരാണ്. സോ ആ ഒരു ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് അടുത്തതൊരു ചോദ്യമാണ്. അത് എന്തെങ്കിലും ഒരു ഉത്തരം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട് യുവർ സെൽഫ് and you can tell it, അല്ലെങ്കിൽ you can even drop it in the chat box. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നോക്കിയാൽ ഇതിൽ കുറേ ഇമേജസ് കാണുന്നുണ്ട്. അതിൻ്റെ നടുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് എവിടെയുള്ളതാണ്, ഇന്ത്യയിൽ എവിടെയുള്ളതായിരിക്കും എന്ന് എന്തെങ്കിലും ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഓക്കെ, എനിക്കും വലിയ ധാരണയില്ല ഈ ബിൽഡിങ്സ് എവിടെയൊക്കെ ഉള്ളതാണ്. അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഇനി ഇതേ ചോദ്യം തന്നെയാണ് ഞാൻ പിന്നെയും ചോദിക്കുന്നത്. ഈ ചുറ്റിലും കാണുന്ന ബിൽഡിങ്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രദേശം അല്ലെങ്കിലും ഇന്ത്യയുടെ ഏത് ഭാഗത്തു നിന്നുള്ളതായിരിക്കാം, ഏത് രീതിയിൽ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിൽഡിങ്സ് ആയിരിക്കാം എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സിലിടാം. ഇത് നമ്മുടെ കേരളത്തിലെ ബിൽഡിങ്സ് അല്ലേ? സെൻട്രൽ കേരള ഭാഗത്തുള്ളതല്ലേ താഴത്തെ സ്ലൈഡുകളുള്ളത്? ഓക്കെ, താഴത്തെ സ്ലൈഡ്സിലുള്ളത് കേരളത്തിലെ ബിൽഡിങ്സ്, റിസോർട്ട്സ് ആവാം, അല്ലാത്ത ബിൽഡിങ്സ് ആവാം, സ്ട്രക്ചേഴ്സ് ആവാം ആണ്. താഴത്തെ ഉള്ളത് കേരളത്തിലെ അന്ന് ടു ആൻ എക്സ്റ്റെന്റ് നമുക്കത് മനസ്സിലാക്കാം. ആതിര മുംബൈ പറഞ്ഞു. ടോപ്പ് സെന്റർ താജ് ഹോട്ടലാണോ? താജ് ഹോട്ടലാണ്. യെസ്, താജ് ഹോട്ടലാണ്. യെസ്. എന്റെ തന്നെ എക്കോ കേൾക്കുന്നു ഫ്രം വൺ. And the one on right center അതും കേരളയാണെന്ന് തോന്നുന്നു. റൈറ്റ്, ഐ തിങ്ക് സംവെയർ റൈറ്റ് എൻഡിൽ സെന്റർ ഉള്ളത്. That night or evening image. Thank you, Joseph. Yeah, okay, thank you. So, ഇതിൽ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ക്വിക്ലി ഒന്ന് പറഞ്ഞു വരുവാണെങ്കിൽ ടു എൻ എക്സ്റ്റെൻറ്റ്, ഓക്കെ, അശ്വിൻ ഇസ് ടോക്കിംഗ് അബൌട്ട് മുംബൈ, സൗത്ത് ഓഫ് കേരള ആൻഡ് ടോപ്പ് ലെഫ്റ്റ് ഫീൽസ്. ഓക്കെ, ഗ്രേറ്റ്. ടോപ്പ് ലെഫ്റ്റ്, യെസ്, താങ്ക് യു ഫോർ പോയിന്റിംഗ് ദാറ്റ് അശ്വിൻ. ടോപ്പ് ലെഫ്റ്റിൽ നമ്മൾ നോക്കിയാൽ ഒരു സൈഡിൽ യു ക്യാൻ സീ എ പൈൻ ട്രീ, യു ക്യാൻ സീ ദിസ് ഗ്ലാസ് ഫസാഡ്, യു ക്യാൻ സീ എ സ്റ്റീപ്പ് പിച്ച് റൂഫ്. ടു എൻ എക്സ്റ്റെൻറ്റ് യു അസോസിയേറ്റ് ദീസ് വിത്ത് ഒരു ഹിൽ സ്റ്റേഷൻ അല്ലേ? സെൻട്രൽ മുംബൈ ആണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു.
റൈറ്റ് ടോപ്പിൽ നോക്കിയാൽ അതിൽ ശരിക്കും നോക്കിയാൽ റെഡ് സാൻഡ് സ്റ്റോണിൻ്റെ ഒരു ഫ്ലേവർ കാണാം, ജാലീസ് കാണാം. സോ ടു എൻ എക്സ്റ്റെൻറ്റ് ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് തിങ് ദറ്റ് യു അസോസിയേറ്റ് വിത്ത് നോർത്ത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ടു എൻ എക്സ്റ്റെൻറ്റ്. താഴോട്ട് വരുമ്പോൾ നമ്മൾ കൂടുതലും ട്രോപ്പിക്കൽ ആയിട്ടുള്ള ബിൽഡിങ്സ് ആണ് കാണുന്നത്. ട്രോപ്പിക്കൽ സെറ്റിംഗ്, അത് കേരളം ആവാം, കേരളം അല്ലാത്ത പെനിൻസുല ആവാം. പക്ഷെ കൂടുതലും ഡീപ്പ് ഡൗൺ സൗത്ത് നോക്കിയാൽ ബോട്ടം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കണ്ടാൽ ഡീഫോൾട്ട് നമ്മൾ എക്സ്പെഷ്യലി സെൻട്രൽ കേരള ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് ടൈപ്പോളജീസ് ആണത്. സോ ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു അസോസിയേഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റി. സോ ദെൻ ദ ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ദ കൾച്ചറൽ ഐഡൻറ്റിറ്റി? ഇതേ ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചതായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുക അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ത് ടൈപ്പ് ബിൽഡിങ്സ് ആണ്? ഇപ്പോൾ കാണിച്ച ബിൽഡിങ്സ് ആണോ അതോ ഇതിന് മുന്നേ കാണിച്ച ബിൽഡിങ്സ് ആണോ എന്നുള്ളത്. അതേപോലെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടത്തോട്ട് ഒരാൾ വന്നാൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവരെ കാണിക്കുക എന്ത് ബിൽഡിങ്സ് ആയിരിക്കും? സോ ദിസ് ഇസ് വൺ ക്വസ്റ്റ്യൻ ദാറ്റ് വാസ് ഇൻ അവർ മൈൻഡ്. അടുത്ത സ്ലൈഡ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൾച്ചറൽ ഐഡൻറ്റിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് സംസാരിച്ചു. യാത്രകൾ ചെയ്യുമ്പോൾ അതുമായിട്ട് ബിൽഡിങ്സിനെ അസോസിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. കൺസർവേഷൻ ആയിരുന്നു ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺവെർസേഷൻ. അപ്പോൾ വാട്ട് വി എസ്റ്റാബ്ലിഷ്ഡ് ഇസ് ദാറ്റ് ടൂറിസം പോസിബിളി ഹാസ് ദ സംഗീതം ഒന്ന് ക്ലിക്ക് ചെയ്യാവോ? ആ മാപ്പിൽ തറവാട് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാനാ. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ടൂറിസം ഹാസ് ദ സ്കോപ്പ് ഓഫ് ബ്രിങ്ങിങ് ഇൻ ദിസ് കോൺവെർസേഷൻസ് എന്നുള്ളത് സംതിങ് ദാറ്റ് വീഡ് അറൈവ്ഡ് അറ്റ്. ആൻഡ് അതിൽ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഒബ്വിയസ്ലി നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തെ നമ്മുടെ അസോസിയേഷൻസ്, ബട്ട് ഓൾസോ ബിയോണ്ട് ദാറ്റ് നമ്മളൊരു സ്ഥലത്ത് എത്തുമ്പോൾ നമ്മുടെ ഏറ്റവും വൾണറബിൾ അല്ലെങ്കിൽ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സമയം നമ്മൾ ചിലവഴിക്കുന്ന ഒരു ഹോട്ടലിനകത്താണല്ലോ, വെദർ യു വാണ്ട് ഇറ്റ് ഓർ നോട്ട്. ആ ലോഡ്ജിങ് അപ്പോൾ ദെൻ വൈ കെ നോട്ട് ദാറ്റ് ബി യുവർ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഓഫ് ദ പ്ലേസ്? അതായത് ആ ഒരു ബിൽഡിംഗ് അത് ആ സ്പേസിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആണെങ്കിൽ, അതിൽ നമുക്ക് ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളിൽ വരുന്ന ആണല്ലോ ഈ ഒരു ത്രെഷോൾഡ് ആ ബിൽഡിംഗ് തന്നെയാണെന്നുണ്ടെങ്കിൽ. സോ ഇവിടെ നമ്മൾ എടുത്ത തറവാടിൻ്റെ ഒരു മാപ്പാണ് കാണുന്നത്. അതിൽ ആ ഒരു ചുമന്ന വട്ടത്തിൽ കാണുന്ന ബിൽഡിംഗ് ആണ് നമ്മുടെ ഈ ഒരു നാരറ്റീവിൻ്റെ മെയിൻ ഫോക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. സോ ടൂറിസം എന്ന് പറയുമ്പോൾ, കമ്മിങ് ബാക്ക്, ടൂറിസത്തിൽ എന്ത് ടൈപ്പ് ടൂറിസം ആയിരിക്കാം ഇവിടെ നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്നതെന്നുള്ളതായിരുന്നു പിന്നെയുള്ള ചോദ്യം. ഈ ഒരു മാപ്പ് ഈ ചോദ്യങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു മാപ്പാണ്. നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ഒരു നാരറ്റീവ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത്, ഞങ്ങൾ പലരായിട്ട് ഒരുമിച്ച് വന്ന് എക്സ്പീരിയൻസ് ചെയ്തതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ആ മാപ്പ്. അടുത്ത സ്ലൈഡിലോട്ട് പോവാമോ സംഗീത? ഓക്കെ, അപ്പോൾ ഇത് അഗൈൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ മോസ്റ്റ്ലി ഒരു ആർക്കിടെക്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള അല്ലെങ്കിൽ ആ ഒരു കൺസ്ട്രക്ഷൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുറച്ച് ആൾക്കാരായിരുന്നു. അപ്പോൾ ടൂറിസം ആഗ്രഹമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇതിൻ്റെ ഒരു കൺവേർജൻസ് ആലോചിച്ച് തുടങ്ങിയതാണ്. പക്ഷേ നോട്ട് ബീയിങ് ഫ്രം എ ടൂറിസം സെക്ടർ, ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു അണ്ടർസ്റ്റാൻഡ് ഇഫ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ആ ഒരു ഫ്രെയിം വർക്കിൽ തന്നെ വേറെയും ആൾക്കാർ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമെന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യമേ ഫ്ലോട്ട് ചെയ്തിരുന്ന ഒരു ഓൺലൈൻ സർവേ ഉണ്ടായിരുന്നു. അതിൽ 736 പേരുടെ ഒരു സമറൈസ്ഡ് റെസ്പോൺസ് ചാർട്ടാണ് കാണുന്നത്. അതിലൊന്ന് സംഗീത ഒന്ന് ക്ലിക്ക് ചെയ്യാവോ? സോ വാട്ട് യു വുഡ് സീ ഈസ് അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രയോറിറ്റൈസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നാച്ചുറൽ ഹെറിറ്റേജ് ഓബ്വിയസ്ലി, ബട്ട് ഓൾസോ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്. സ്റ്റേ പ്രെഫറൻസസിലും ഏറ്റവും മുൻഗണന വരുന്നതാണ് ഈക്കോ സ്റ്റേസ്, ബട്ട് ഓൾസോ വിത്ത് ഹെറിറ്റേജ് സ്റ്റേസ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇങ്ങനത്തെ ബിൽഡിങ്സിന് റെലവൻസ് ഉണ്ടോ? ഷുഡ് യു സ്റ്റേ ഇൻ എ പ്ലേസ് ലൈക്ക് ദിസ്? ഡു യു തിങ്ക് ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ലോഡ്ജിങ് വിച്ച് ഇസ്
an association of the heritage and identity of a place. അതിൻ്റെയും റിസ്പോൺസ് നമുക്കിവിടെ കാണാവുന്നതാണ്. അടുത്ത സ്ലൈഡ്. സോ ദെൻ ഒരു സെൻസ് ഓഫ് ഡിറക്ഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത നമ്മുടെ ചോദ്യം പിന്നെയും സെയിം ആണ്. എന്ത് ടൈപ്പ് ടൂറിസ്റ്റ് അല്ലെങ്കിൽ യാത്രക്കാരെയാണ് നമ്മൾ ഇതിലോട്ട് ഇൻവോൾവ് ചെയ്യിക്കേണ്ടത്? ഷുഡ് ഇറ്റ് ബി സംബഡി ഹൂ ഇസ് എ ടൂറിസ്റ്റ് ഓർ എ ട്രാവലർ? ദർ ഇസ് എ ഡിസ്റ്റിങ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു വേർഡ്സ് ഇൻ ഇറ്റ് സെൽഫ്. ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരാളായിരിക്കണോ അല്ലെങ്കിൽ ഇമേഴ്സീവ് ആയിട്ടുള്ള സ്ലോ എക്സ്പീരിയൻസസ് എക്സൈറ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണോ? അതിന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, or rather what you can say as what the staunch example of mass tourism and അത് കാരണം ഉണ്ടാവുന്ന കൺസേൺസ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഈക്കോ സെൻസിറ്റീവ് സോൺസിലാണ്. ഇപ്പോൾ ഈ ഒരു ഇമേജസിൽ നോക്കിയാൽ തന്നെ മേളിൽ യു കെൻ സീ ഹൗ ഷിംല, യു കെ നോട്ട് സീ ദ മൗണ്ടൻ റേഞ്ചസ് എനിമോർ, യു സീ മോസ്റ്റ്ലി ദ കോൺക്രീറ്റ്. വലത്തേ സൈഡിൽ നോക്കിയാൽ മൂന്നാറിൽ അഗൈൻ നമ്മൾ സഹ്യപർവ്വതം എന്ന് പറഞ്ഞാൽ നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന ആ ഒരു ഹൈ റേഞ്ചസ്, അതിനെ കാണുന്നതിനേക്കാളും നമ്മൾ കാണുന്ന അവിടുത്തെ ആ ഒരു കോൺക്രീറ്റ് സെറ്റിൽമെൻ്റ് ആണ്. അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സർവേ പണ്ട് ഇൻടാക് ആട്രി വട്ടക്കനൽ കൺസർവേഷൻ ട്രസ്റ്റ് നൈസർ കൂട്ടി ചെയ്തിട്ടുള്ളതായിരുന്നു കൊടൈക്കനാലിൻ്റെ. where they tried to look at how 1973 തൊട്ട് 2014 വരെ എങ്ങനെയാണ് ഷോല ഗ്രാസ്ലൻഡ്സ്, അതായത് ഈ ചോലവനങ്ങൾ എന്ന് നമ്മൾ പറയുന്ന സ്പേസസ് എങ്ങനെയാണ് ചുരുങ്ങിയത് ഈ പളനി ഹിൽസിൽ. So these are all because of the excessive settlements, excessive tourism related industry infrastructure that sort of came into all of these places. Moving on. സ്ലൈഡ് മാറിയായിരുന്നോ? എനിക്ക് കാണാത്തതാണോ? Yeah, now it's a decentralized travel experience on it. ആണോ? Okay, I think there is a slow slight delay from my side. Okay, so ഈ ഒരു കോൺവെർസേഷൻ നമ്മൾ പറയുമ്പോൾ, അതായത് നമ്മൾ ഈ ഇതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ച് വരുമ്പോൾ, ഇപ്പം നമ്മൾ ഹൈ റേഞ്ചസിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ ക്രഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ഈ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ടൂറിസമായിട്ട് ഏറ്റവും കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് സ്പേസസ് ആണ് പേർപ്പിളിൽ കാണിച്ചിട്ടുള്ളത്. അതെല്ലാം നോക്കിയാൽ നമ്മൾ മലനാട് അല്ലെങ്കിൽ തീരപ്രദേശം എന്ന് പറയുന്ന കുറച്ചുകൂടി ഈക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള കേരളത്തിൻ്റെ 2 ബെൽറ്റാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ ഒരു സെറ്റിൽമെൻറ്റ് പാറ്റേണിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കിയാൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റഡ് സെറ്റിൽമെൻറ്റ്സ് ഉണ്ടായിട്ടുള്ളത് ഇടനാട്ടിലാണ്, ബിക്കോസ് ഓഫ് മൾട്ടിപ്പിൾ റീസൺസ് ആൻഡ് ബിക്കോസ് ഓഫ് ദ വെരി റിച്ച് വാലി ഫെർട്ടിലിറ്റി, ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദർ ആർ സോ മെനി വാട്ടർവേസ് ദർ. അപ്പോൾ ഈ ഒരു ഇടനാട്ടിലെ പ്രദേശങ്ങളുമായിട്ട് എൻഗേജ് ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാൻ പറ്റുന്നൊരു പൊട്ടൻഷ്യൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതും കൂടിയാണ് ഇതും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ആ ഒരു വെള്ള കുത്ത് കാണുന്നതാണ് ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ഒരു സ്പേസ്. അതായത് മണിമലയാറിൻ്റെ തീരത്ത് ഇരുവിപ്പേരൂർ എന്ന് പറയുന്ന സ്ഥലം, ഇടനാട്ടിൽ ഇരുവിപ്പേരൂർ ഇക്കരയും കല്ലൂപ്പാറ എന്ന് പറയുന്ന ഒരു പ്രദേശം അക്കരയുമുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ എടുത്തിരുന്നത്. മൂവിങ് ഓൺ. ഓക്കെ, സോ ഇതിൽ നമ്മളിപ്പോൾ നോക്കുമ്പോൾ സ്പേസ് എവിടെയാണെന്ന് മനസ്സിലായി. അത് ശങ്കരമംഗലം എന്ന് പറയുന്ന പഴയ തറവാടായിരുന്നു നമ്മൾ കേസ് സ്റ്റഡി ആയിട്ട്, നമ്മുടെ ഫസ്റ്റ് കേസ് സ്റ്റഡി ആയിട്ട് എടുത്തത്. സോ ഇവിടെ ഈ ഒരു തറവാടിന്, അതായത് ഫ്രോം ദ ബിൽഡ്, വാട്ട് വി ആർ ട്രൈങ് ടു ലുക്ക് അറ്റ് ഈസ് ഹൗ ദിസ് ഹാസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഡെവലപ്പിംഗ് ഇൻ ടു എ ലാർജർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മൈക്രോ റീജിയൻ. അതായത് ആ ഒരു പ്രദേശത്തെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതെങ്ങനെയാണ് നമുക്കൊരു ത്രെഷോൾഡ് ആവാന്നുള്ളത്, ഈ ഒരു ബിൽഡിംഗ്. അപ്പോൾ ആ ഒരു എക്സ്പ്ലോറേഷനാണ് ഇനി അങ്ങോട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഇതിൽ ഉൾപ്പെടുന്നത് നമ്മൾ അതാത് സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ് ആവാം,
അതാത് സ്ഥലത്തെ നമ്മൾ കണ്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അവിടുത്തെ ചെടികളാവാം, അവിടുത്തെ കിളികളാവാം, അവിടുത്തെ ഒരു കുന്നുകളും ചെരുവുകളും ആവാം, അവർ കഴിക്കുന്ന ഭക്ഷണമാവാം, അവരുടെ എക്സ്പ്രഷൻസും ഐതിഹ്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. സോ വാട്ട് കംസ് ടുഗെദർ ഇസ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്. ഇത് രണ്ടിനെ നമുക്ക് വേർതിരിച്ച് ഒരു എക്സ്പീരിയൻസിനെ കാണാൻ പറ്റില്ല, ഒരു സ്ഥലത്തെ മനസ്സിലാക്കാനും പറ്റില്ല. നാച്ചുറൽ ഹെറിറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ളൂ. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്പേസിൻ്റെ ഒരു നാരറ്റീവ് പൂർണ്ണമാകത്തുള്ളൂ. അപ്പോൾ ഇതിത്രയുമാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു കോൺവെർസേഷൻ്റെ ഒരു പ്രിമൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തത് എന്താണെന്നുള്ളത് സംഗീത വിൽ ടോക്ക് അബൌട്ട് ഇറ്റ്. So just now already സംസാരിച്ച പോലെ ശങ്കരമംഗലം തറവാട് is a center focus we placed in the first place. ആ ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നാണ് we developed a lot of things around it. Cultural ആയിട്ടുള്ള points ആയിക്കോട്ടെ, let's say അവിടെ കുറെ varieties of plants, trees and cropping patterns ഉണ്ടായിരിക്കും. So there is a lot of things that we have identified from the single reference point of ഈ ഒരു തറവാട്. So built heritage was the epicenter of it, and then later on we developed a lot of things around it. So I'm going to talk about how we have approached the study in the first place. So not actually ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിൽ ഇത് മാത്രമാണ് അപ്രോച്ച് എന്നുള്ളതിനേക്കാൾ കൂടുതൽ this is something that we have ഈ ഒരു മെത്തഡാണ് നമ്മൾ യൂസ് ചെയ്തത് when we were trying to look at this region from the initial point. അപ്പോൾ coming to longitudinal approach of research, it's about ഒരു സബ്ജക്ട് ഇൻ അവർ കേസ്, നമ്മുടെ കേസിലാണെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ലാൻഡ് റീജിയൻ എന്ന് പറയുന്നത് വി ലുക്ക് ഇറ്റ് ഓവർ ഫോർ എൻ എക്സ്റ്റൻഡ് പീരിയഡ് ഓഫ് ടൈം. സോ ഫോർ ആസ് ഇറ്റ്സ് ലൈക്ക് December 2021 we started the first initiation for our trail exploration and everything. So December 2021 to the present, it's been over like 3 years. So in your extended period of time, when we look at the culture, we look at the people in the land, ലാൻഡില് ടെറൈനില് ഉണ്ടായ ചേഞ്ചസ്, ഇൻഫ്രാസ്ട്രക്ചറായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം, സോഷ്യൽ ഡൈനാമിക്സിൽ ഉണ്ടായ ചേഞ്ചസ്, വോട്ടെവർ, അതെല്ലാം നമ്മൾ വി സ്റ്റഡീഡ് ഓവർ ഫോർ എ ലോങ്ങർ പീരിയഡ് ഓഫ് ടൈം ആൻഡ് ഒബ്സർവ് ദി ചേഞ്ചസ്. അതാണ് ലോങ്ങിറ്റ്യൂഡിനൽ അപ്രോച്ച് ടു ദിസ് സ്റ്റഡി. പിന്നെ ഉള്ളത് എത്നോഗ്രഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഇൻസ്റ്റെഡ് ഓഫ് ലുക്കിംഗ് അറ്റ് സർട്ടൻ പ്ലേസ്, നമ്മുടെ കേസിൽ ഈ ഒരു കല്ലൂപ്പാറ ഇരുപത്തിരൂർ എന്ന് പറഞ്ഞ റീജിയനെ നമ്മൾ ഒരു റിസർച്ചർ എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ആസ് എ പാർട്ടിസിപ്പന്റ്, ആ ഒരു കമ്മ്യൂണിറ്റിയിലെ മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റഡി ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ അവിടെ പോയി ഇമേഴ്സീവ് ആയിട്ടുള്ള ഫീൽഡ് വർക്ക് ചെയ്യുന്നു, കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായിട്ട് കോൺവെർസേഷൻസ് ഉണ്ടാക്കുന്നു, അവിടെയുള്ള ഇവന്റ്സ് കാര്യങ്ങളൊക്കെ പങ്കെടുക്കും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഇമേഴ്സിംഗ് ourselves as a community member rather than looking at it from a research point of view. സോ അങ്ങനെ ആ ഒരു റീജിയനിലുള്ള മനുഷ്യരെ, അവിടുത്തെ ലാൻഡ്, എൻവയോൺമെന്റ് കാര്യങ്ങളെല്ലാം അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു റിസർച്ച് പോയിട്ടുള്ളത്. ആൻഡ് ഫീൽഡ് സർവീസ് നോട്ട് റിയലി വൺ ഫോർമലൈസ്ഡ് കോൺവെർസേഷൻസ് അല്ലാണ്ട് നാച്ചുറൽ ഫ്ലോയിങ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് വിത്ത് ദി കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്. We will have some idea of what to look into when we are going to talk about with some community member. But other than that, നമ്മളൊരു പോയിന്റ് സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ, let's say it's about a specific crop or a plant that they have in their surroundings, we start talking about it to a community member and they'll be naturally having a lot of things that they want to share with us. We'll talk about let's say a mangosteen or trees there, and we'll talk about how it became very widely cropped there, and somehow it is associated with people coming in from different places and everything. So it goes from one thing to another, and it goes on naturally. The conversations flow naturally. Post ആയിട്ടുള്ള ഒരു സർവേക്കാളും കൂടുതൽ we as research എന്ന് പറയുന്ന ഒരു പോയിന്റ് നിന്ന് മാറിയെന്ന് we as a member of the community അവിടെ ചെന്ന് സംസാരിച്ച് we will gather the information, the knowledge about the community, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു, കേൾക്കുന്നു, and then we document. So this is how we have generally approached this case study. ഇങ്ങനെയാണ് നമ്മുടെ റിസർച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. And now we will be looking at how the trail has developed over time. So നേരത്തെ പറഞ്ഞ പോലെ December 2021 ആണ് the initial explorations in the region started. So there have been a lot of workshops that happened.
So from December 2021 to October 2022, we have like experiential explorations. That was like 4 workshops, and travelers from different places, like not a lot of people, but from different places at different times, ആൾക്കാർ കൂടി വന്ന് they stayed at the Tharavada, and then they had explored this area. അവിടെ പോയിട്ട് community members ആയിട്ട് interact ചെയ്യുന്നു. They gather information about the land and everything else around it. And ആ ഒരു first 4 workshops they had certain amount of information on the region and the community. So initially നമ്മൾ ഈ ശങ്കരമംഗലം തറവാട് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ നിന്നും there were like maybe 4 immediate points that were referenced. അത് ആ ഒരു 4 points around immediate ആയിട്ടുള്ള സറൗണ്ടിങ്സിൽ കൂടാതെ there were no prior awareness of the region. എന്താണ് ആ 4 ചുറ്റുവട്ടത്തുള്ള മേ ബി prominent ആയിട്ടുള്ള ടെമ്പിൾ, മേ ബി a river point, അതിനപ്പുറം ബാക്കി എന്താണ് ആ റീജിയനിൽ ഉള്ളത് എന്നുള്ള ഒരു prior information that was not with us. So ആ ഒരു ഇവോൾവിംഗ് ട്രെയിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്നാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈക് now we have over 16 trails, and this spanned over like 3 years. We are looking at it, and we still have new things coming up, adding to the trail in between. So it's still evolving, I would say. So December 2021 to 2025, in between Sabha happened, and one of the heritage trails were particularly sequenced for our Sabha heritage walks and everything. That's how the trail has evolved over the years. And year trail we have categorized it based on some seasons. So retreating monsoon based and summer based, monsoon based. So next few slides is like retreating monsoon how the region looks like, summer how the region looks like, at time what were the activities that are involved in. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇനി മുന്നോട്ടേക്ക് നോക്കാൻ പോകുന്നത്. Before that we'll be looking at trail progressions. എങ്ങനെയാണ് from the first reference point of Tharavada, how the entire heritage trail along the river banks were developed. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ you can see this one is the Tharavada that we are talking about. അവിടുന്ന് how the trail has developed നോക്കിക്കഴിഞ്ഞാൽ there were like 4 extra points other than the Tharavada, which was immediately around it. അതായിരുന്നു പിന്നീട് ലൈക് ഇനീഷ്യലി നമുക്ക് ഉണ്ടായിരുന്ന 4 പ്ലോട്ടഡ് ആയിട്ടുള്ള പോയിന്റ്സ്. അത് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാല് റിവറിന്റെ 2 സൈഡ്സിലായിട്ട് വി ഹാവ് ഐഡന്റിഫൈഡ് മോർ സ്പോട്ട്സ്. അതായത് ചർച്ചസ് ആവാം, ടെമ്പിൾസ് ആവാം, അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ട്രഡീഷണൽ ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്ന ഹൗസസ് ആയിരിക്കാം. അങ്ങനെയുള്ള പല പോയിന്റ്സ് വി ഹാവ് ഡെവലപ്ഡ് ഓവർ ടൈം. ഇതിപ്പോ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് വി ഹാവ് ഓവർ 33 points right now. 33 identified spots which can be categorized into built heritage, intangible heritage, tangible heritage ആയിട്ട് നമുക്ക് categorize ചെയ്യാൻ പാകത്തിന് there are over 33 spots right now. And ഈ ശങ്കരമംഗലം തറവാട് was the first reference point, and അതിന്റെ over the time we have developed the entire heritage trail based on how the river flows. So Manimala River Valley നമ്മൾ exclusively ഇപ്പം യൂസ് ചെയ്യുന്ന reason is because rather than looking at ഈ ഒരു ഹെറിറ്റേജ് ട്രെയിൽ ഡെവലപ്പ് ചെയ്യുമ്പം ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറി അല്ലെങ്കിൽ ഇന്ന ഒരു പഞ്ചായത്ത് വാർഡ് എന്നുള്ളതിനേക്കാളും കൂടുതൽ വി ഹാവ് ടേക്കൻ റിവർ ആസ് ദി റെഫറൻസ് പോയിന്റ് ടു ബിൽഡ് ദി ഹെറിറ്റേജ് ട്രെയിൽ. സോ റിവർ ആണ് ബേസിസ് ഫോർ ദി ഹെറിറ്റേജ് ട്രെയിൽ ഡെവലപ്മെന്റ്. ഇവൻ ദോ റെഫറൻസ് പോയിന്റ് ഫസ്റ്റ് നമുക്ക് അറിവുണ്ടായിരുന്നത് ശങ്കരമംഗലം തറവാടാണെങ്കിലും later on we took the river as the fundamental, and around it നമ്മൾ കുറെ സ്പോർട്സ് കണ്ടുപിടിക്കുന്നു, അത് നമ്മൾ മാപ്പ് ചെയ്യുന്നു. സോ റിവറൈൻ സൈറ്റ്സ് ആണ് നമ്മുടെ ഫൗണ്ടേഷൻ ഫോർ ദ ട്രെയിൽസ്. സോ ലുക്കിംഗ് അറ്റ് ഇറ്റ് യു ക്യാൻ സീ there are numerous temples around it, places that have distinct temple architecture, churches with distinct ways of architecture and everything. അക്വഡക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ റിവറിലേക്ക് തന്നെയുള്ള പല പല ഇന്റർഫേസസ്, ഓപ്പണിങ്സ്. റിവർ നമ്മൾ ഫ്ലോ ചെയ്യുന്ന ആ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ there are several openings from different areas, banks. അപ്പൊ അതെല്ലാം ഈ ഒരു ട്രെയിൽ പ്രോഗ്രഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. So this is the final map we have right now. നോക്കിക്കഴിഞ്ഞാൽ you can see the first what we had in our hand, and right now ippom right side കാണുന്നത് is what we have currently 33 spots over the place. And
ഇനി നമ്മൾ നോക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ പല സീസൺസിൽ ഹൗ ദി റീജിയൻ ലുക്സ് ലൈക്ക്. സോ ഇതിൽ ബിൽറ്റ് ഹെറിറ്റേജ് ഉണ്ടാവാം, കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ടുള്ള ഇന്റൻജിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ആയിട്ടുള്ള സ്പോട്സ് ഉണ്ടാവാം, ഓൾസോ നാച്ചുറൽ ഹെറിറ്റേജ്, a lot of community interactions that happened during over the years and all. So ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ there is a temple that you can see. കവിയൂർ അമ്പലമാണെന്നാണ് I can see it. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ it is a bank of the river near to ശങ്കരമംഗലം തറവാട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് we can easily get to the banks of the Manmala river, and then you can see homes with these traditional architecture, bridges that are over many years and many years old and everything. Intangible cultural heritage, when you look at this, you can see cultural events that happen in the temples. തിരുവാതിര പോലെയുള്ളത്, കാവടിയാട്ടം അങ്ങനെയുള്ളത്. അവിടെ there are numerous temples around this property, so there are festivals happening around. Then there is a lot of plantations, crops that are very unique to the region as well. So ഇതൊക്കെയാണ് you can see when you come to this place during the monsoon, retreating monsoon period. And I think this is the time you can see this place with a lot of contrast. ഭയങ്കര vivid ആയിട്ടുള്ള, like in its more greener side, I think this is the time you will be able to see this place with its huge contrast. And these are some of the images from the neighborhood interactions we had with the community members. So ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ there are a lot of people of different generations. ഇങ്ങനെയുള്ള ഒരു interactions-ൽ what we can expect is a lot of knowledge exchange from different generations. Intergenerational ആയിട്ടുള്ള കുറെ knowledge നമുക്ക് എക്സ്ചേഞ്ച് ആകുന്നു എന്നുള്ളതാണ് what you can പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് അതാണ് മനസ്സിലാവുന്നത്. Like there's a lot of wisdom that comes from talking to these older people in the community. ഈ sustainability എന്ന് പറഞ്ഞ ഒരു ടേം ആണെങ്കിൽ തന്നെ before it became a very fancy word associated with climate change and everything, feel like it was very quietly reinforced in every houses in the region. ഈ ഒരു റീജിയനിൽ മാത്രമായിരിക്കണം എന്നില്ല, in rural homes and everything there was a quiet adherence to sustainability in the traditional way of living and everything. So when you talk to the community members, you can still see that the way they have been very much in alignment with sustainability as a term. Not in every circumstance, but more of rural livelihood. There is a lot of things that comes as sustainability without making it very fancy. So yeah, so once you have a community interaction with these older generations, younger generation, when they talk to the older people, they have a lot of knowledge about the plants, trees, the birds around, the cropping patterns, the food and everything. They have a lot of things to share. So this is something that we have documented over these years, the neighborhood interactions in the region. So when you look at the slide, you can see a lot of architectural things going on. These are some homes in the region which follows the traditional architecture and everything. An aqueduct, which is really many years old. Here you can see a rock temple, Guha Kshetra, Kaviyur Guha Kshetra. And then there is a church and a temple that follows the traditional architectural system and everything. So this is built heritage, other than Shankaramangalam Tharavada, avadeyulla built heritage, some of the identified spots. Adinte oru images aanu idella. Here you can see intangible cultural and national heritage. Appo idil nokkikകഴിഞ്ഞാൽ you can see Padeni ennu varuna folk art form with 2 images. And I don't know if everybody is familiar with Padeni as an art form, but it's an art form really confined to Pathanamthitta district, maybe 1 or 2 temples in Alappuzha and Kottayam districts. But this is something that is not really famous as Theyyam or something very popular in the other parts of Kerala. So ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ there is a performer, ആളുടെ തലയിൽ there is a kolam. Basically kolam is made up of പാള എന്ന് പറയുന്നത് പ്ലസ് കോക്കനട്ട് ലീവ്സ് ഉണ്ടാകും. അതിൽ പിന്നെ നേരത്തെ ഒക്കെ ആണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഈ ലൈം സ്റ്റോൺസ് നിന്നും പ്ലാന്റിന്റെയും ട്രീസിന്റെ ഒക്കെ ഇതിൽ നിന്നുണ്ടാക്കുന്ന കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ പാള നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിന്റെ മുകളിൽ വരയ്ക്കാറുണ്ടായിരിക്കുന്നത്. പല പല ഷേപ്സ് കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നത് യൂസിങ് നാച്ചുറൽ ഡൈസ് ആൻഡ് എവറിത്തിങ്. പക്ഷെ ഇപ്പോൾ ദേ ഹാവ് സ്വിച്ച് ടു കളേഴ്സ് ബോട്ട് ഫ്രം മാർക്കറ്റ്, ബട്ട് സ്റ്റിൽ വി കൻ സീ
temples following. They always, yeah, when you look at this, there is a performer, and he's doing a column. And instead of, if you have seen Padeli videos or something, during Sabha we had this experience seeing this art form in person at Kallupara temple. So if you happen to see this performance, you can see നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആർട്ട് ഫോംസിൽ കാണുന്ന ചെണ്ട അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സിനെക്കാളും കൂടുതൽ തപ്പ് എന്ന് പറയുന്ന ഒരു വാദ്യോപകരണമാണ് ഇവർ യൂസ് ചെയ്യുന്നത് ഇൻ ദിസ് ആർട്ട് ഫോം. സോ ഇറ്റ്സ് നോട്ട് റിയലി എന്താ പറയുക, ഈ ഒരു ജില്ല വിട്ട് അല്ലെങ്കിൽ ഈ ഒരു സറൗണ്ടിങ് ഏരിയാസ് സെൻട്രൽ കേരള വിട്ട് കഴിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഐ ഹാവൻ റിയലി സീൻ തപ്പ് അത്ര വൈഡ്ലി ഇങ്ങനെ ഒരു ടെമ്പിൾ ഫെസ്റ്റിവൽ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് സംതിങ് യുണീക് ടു ദിസ് പ്ലേസ്. ദിസ് ഈസ് വൺ ആർട്ട് ഫോം ദാറ്റ് ഹാപ്പൻസ് ഇൻ Kallupara temple. So avade padeni undu. That's one thing. And then one of the interesting things, and I have seen when I visited this place for the first time, was how easily you can see a lot of different birds and butterflies around. Like you'd be just having a random walk in the neighborhood, you'll see a lot of butterflies, not really the ones that you expect when you move to a place like this. So there's a lot of birds, the chirping of birds, butterflies that are really colorful. They are very big, and a lot of cool plants, trees that looks amazing. So it's really grounding to be here. Idakkiyana what you can see during these summer seasons here. Yeah, coming to this slide, ഇതിൽ നമ്മൾ കാണുന്നത് is again the river banks. ഇതിൽ നോക്കി കഴിഞ്ഞാൽ ബാംബു വെച്ചിട്ടുണ്ടാക്കിയിരിക്കുന്ന ഫിഷ് നെറ്റ്സ് ഉണ്ട്. The community people might have made it by themselves. Manimala ഒരു ആറിന്റെ തീരത്തിരുന്നിട്ട് they would have used it to fish and everything. പിന്നെ അത് കഴിഞ്ഞാൽ ലോക്കൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ട്, and bridges and everything. Moving forward, you can see monsoon we had neighborhood interactions again with the community members, with the family members of Shankaramangalam Tharavada again. And here you can see a lot of travelers that we have associated with. So the initial December 2021 explorations, the experiential explorations, അന്ന് തൊട്ടേ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ട്രാവലേഴ്സ്, this entire thing of travelers coming together from different places at different times, and then slowly starting to converse with the community members, and then getting information, starting a dialogue with the people around. എന്നിട്ട് ഈ ഒരു ഡോക്യുമെന്റിങ് ആൻഡ് ട്രെയിൽ ഡെവലപ്മെന്റ് വാസ് സംതിങ് വെരി എക്സ്പെരിമെന്റൽ. സോ they have come together and lived in the place for quite some time, and then they have helped us with community interactions, developing the trail and everything. So that till now we have talked about stage 1. അതായിരുന്നു stage 1 എന്ന് പറയുന്നിടത്ത് ഉണ്ടായിരുന്ന culmination. Like we started exploring the region, we documented, we started observing things around the region, and then we had some information about the region. So adellam kuda culminate cheyidu we had an exhibition that was Sabha. Sabhayil we had then again oru heritage trail undarnu, which we took heritage walks. Aa oru heritage walks kodande then we had a lot of dialogue happening between the community members and the travelers. So aa oru bridging the gap between the community and the traveler, our experience was very different, and they were, as community members, they were very happy to support what we were doing. They were really happy to see a lot of people coming together, celebrating the neighborhood and everything. So Sabhayil we had talk sessions and everything with the community members, അല്ലെങ്കിൽ ഈ ഒരു റീജിയനായിട്ട് അസോസിയേറ്റ് ചെയ്ത് പഠനങ്ങൾ നടത്തുന്ന ആൾക്കാരുമായിട്ട് we had a lot of conversations happening, and we got to experience this bird watching and even the padel. So after that, now we are at stage 2 of this project. So stage 2, what we're doing is basically whatever we have gathered till now, the information and everything, we are trying to synthesize it and spread it to a wider audience. Like whatever we have learned from the region, അതിപ്പോ cultural ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, about the livelihood, social dynamics, norms, rituals and everything. Whatever we have learned from this community, our region, land in the പഠിച്ചതല്ല, we are trying to bring it to a wider audience and let others know about this. അപ്പോൾ അതിന്റെ ഒരു ഗ്ലിംസ് ആണ് ഇവിടെ കാണുന്നത്. റീസെന്റ് November 2025 we had some students coming from Bangalore കോളേജിൽ നിന്ന്. They are architecture students. അപ്പോൾ അവർ വന്നിട്ട് they had an experience
documenting the architectural parts of the Taravada. And after that, they had close, look at the land itself. So they took a walk around the region. അവിടെയുള്ള ടെമ്പിൾസ് മെയിൻ സ്പോട്സ് അവിടെയുള്ളതൊക്കെ അവർ വിസിറ്റ് ചെയ്തിട്ടുണ്ടായി. And they also got to enjoy the local food. So as someone who had seen them in person, I feel like they were really shocked to see that beyond our expectation, how much a micro region had to offer. That was something they were very, surprised to see. Everything, the birds, the flora, fauna, and everything coming together along with this architectural things and everything in a very small place. So these are the images from that. So it's experiential learning. The people who came from Bangalore really got to experience a very grounding place like a micro region which has a lot of grounding, experience. They really enjoyed the time here. So that's it about the stage 2 happenings. And other than this, we already have talked in the previous webinars that we are trying to record and document everything we have till now into the larger archives, which is later will be available to a wider range of audience. പിന്നീട് ഈ ഒരു റീജിയനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് if they want to look at something, ഈ ഒരു റിസർച്ച് എന്നത് what developed എന്നുള്ളത് should be something they can reference to. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നതാണ് what we are doing right now in stage 2. So ഇത്രയാണ് I'll be talking about, and from here Adira will take over. Over to you, Adira. Thanks, Sangeeta. Before we start on what the impact has been, I think it's pretty evident so far that when we're talking about how micro-regional tourism has been able to properly be a factor in conserving rural landscapes, right? Because tourism, അത് ഒരു selfish ആയ ഒരു experience മാത്രമല്ല. It can add so much more to the people that we go surround ourselves with when we're traveling, or the place that we go and travel. And all that matters is how do we do it? And that's the answer here. I'm sure, I find it very amusing sometimes when I think about this. 320 years earlier, when the Taravada was being built, I don't think they ever thought there would be a webinar about it where people are discussing that Taravada is able to, contribute to the economy, contribute to the environment there, and probably even add to tourism as a concept here, because slow, sustainable are not just buzzwords anymore. It's also important that those are concepts that are imbibed in the way we just live now, actually. Everybody needs to slow down. Everybody needs to carefully curate how they want their days to look like. So what we are trying to achieve here at Dharini is, of course, setting that as an example. And while we were trying to do what we were trying to do, which is just researching about the place, understanding the architecture, we also understood we are actually having a lot larger impacts which the United Nations in its Sustainable Development Goals had asked its member countries to adhere to. അതാണ് കുറച്ചൊക്കെ ഇമ്പാക്ട്സ് ഞങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡ്സും ഗോൾസിനും ഒന്ന് we kept that in our perspective, and we try to see how do we compare when we establish the way we work, our model, our research. How are we able to contribute to these goals that the UN has kept? The first one that we've been able to identify is that what we do, or generally rather even having a slow, sustainable model of traveling, of tourism, that has definite benefits of good health and well-being. And how is that? You can just see there is a man just standing there with absolutely no worry in the world. I think this is probably one of our dreams in our lives, right? നമ്മൾ വെക്കേഷൻ എടുക്കുമ്പോൾ പോലും ഓക്കെ 3 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് കോളേജോ അല്ലെങ്കിൽ തിരിച്ച് ഓഫീസിൽ പോകുമ്പോൾ എത്രയാണ് ഇമെയിലിന് റെസ്പോണ്ട് എന്നൊക്കെ ആയിരിക്കും നമ്മൾ അവിടെ നിന്ന് ആലോചിക്കുക ചിലപ്പോൾ. ബട്ട് ദിസ് മാൻ ഹാസ് ആബ്സല്യൂട്ട് നോ വറീസ് ഇൻ
Probably. I mean, I'm assuming here because he looks relaxed. He looks like he just has all day to just, just flourish in the nature that he's standing in. And that's what having slow tourism or sustainable tourism, where we are responsible for how our day is going to look like, where we're taking each day with each step of the way, right? We're walking around. We have lesser to-dos and just being more in one place. So what usually happens, and we saw that when we were there for Sabha and other events, is that when we take our time to really experience what the day has to offer, what the place has to offer, even though we do get tired from all the walking, it's a good tired. It's a tired where you're like, okay, interesting we exchange so much information, because when we travel we also get to hear so many stories, and what happens after we hear those stories, right? We go back to doing what we were doing in the first place before the vacation started. So good health and well-being is definitely one of the impacts that we have seen firsthand and secondhand. Firsthand as in when we experienced it ourselves, and all the feedback that we got from our participants, from whoever has attended any of our walks or webinars, the events at Shankaramalam Tharavaram. They've reported seeing that they were able to feel like they have been able to relax, or they have been able to exchange stories or get insights and everything. So the next slide. And that's where, the same point, right? Nammalore field work when we had Sabha, when we had people, like you can even see in this picture, we are all different age groups, from different places, doing different things, and all of us had still different things to contribute also when we met, because nammalde kaarchapadum, it's different, right? When we look at a place, we're never going to look at the tree the same way that is there. I might just look at its leaves. Somebody might be able to identify the tree and tell me about the time when the fruits are going to come, or then the third person will add to how the fruits taste like. Maybe the fourth person, the older person, might say how many more trees were there when he was younger. So our intergenerational interaction ഉണ്ടായതും, cultural exchanges ഉണ്ടായതും, where we didn't just, maybe a few of them were also from the place itself, but they also went and saw their own home in a very different light by the end of the day. So understanding your own place from a different person's eyes, and understanding a new place from the person's eyes who stays there. So that's very different perspectives that came together. And that's one quality education that you will not see in any books, in any schools, in any courses. You can't pay for this online. All that you can do is to actually attend something like this, or experience something which is slow, and and travel in that way where it enriches your soul. Next. When we all get together, when we focus on something like any pressure, like another 5-star hotel, when we stay in places which are homestays, buy from places which are local hotels, restaurants, but experiencing local dishes, it all contributes to the economy there. It makes the people there come up with different ways to have more self-sufficient or sustainable ways of living. What you see in this picture is a group of stakeholders, people who are from the region, come together discussing different ideas on what can be done in the area, or brainstorming on I think this was probably Jusni might be able to probably put a better sight on this, but these kind of meetings keep happening where people are more interested in saying, how do you preserve what you've already built? Because creating something new is going to take a lot more resources. Preserving something, however, doesn't take as much resources and adds a lot more value. So we have these discussions where travelers, when they come back from wherever they go to, whether they're travelers of life, whether travelers of places,
and then add to stories, add to conversations. And that's one of the impacts that we have seen when we have our walks and talks. Next. Right. Eventually, of course, the idea is that we shouldn't just say goodbye to each other, right? We're supposed to build a community. We are supposed to keep exchanging ideas and not. I think it's a trend now to safeguard and keep so many ideas to yourselves and not share it in the name of profit. But now it's important that we discuss, we advocate for conserving whatever assets are present already there, so that we can safeguard whatever natural, cultural significance to places exist. And when we keep exploring, like Sangeeta said, when we keep exploring the region, we also keep finding new things. And some things are good to keep, some things may not be as good to keep, but it all gives us an informed decision of how we want to, take our stories forward. Next. Yeah, and right. So those what we just discussed in detail were like the broader main direct impact that we've seen. In addition to which, we've also seen that when we function or when we have these events in a more responsible way, we're able to have our chechis and chetins from nearby areas coming and contributing. Whether it's, say, setting up a small stall, giving lemonades to the participants, making small income on the side, whether it's using steel or reusable materials when we are handing out meals or refreshments, having proper disposals, talking about climate, what has life been like over the period of so many years while looking at the riverine valley also was one of the research points that we had, right? നമ്മളുടെ research തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് 3 വർഷം മുന്നേ the river was so much more different than what it is right now. The summers were harsher, the monsoons were different from how it used to be. All of this is definite evidence to say that there is a climate change which is not going to be in our favor for sure. And how has that affected everything, not just human beings on planet? And what we eventually seek is that all of us come together. We partner with each other in the ways we can. Now, this was definitely something that a bunch of architects started, but doesn't have to be just limited to architecture. Everyone comes with their viewpoints. Everyone comes with different stories and cultures. And there is a space for everyone to come together and grow this. And that's what we're also trying to build. Next. So in short, tourism that we have discovered at Dharani is that when we look at the built heritage, the natural heritage and the cultural heritage, all of this, when we encompass it under a slow, sustainable mode of exploring places that involves community, that involves the stakeholders which exist within the region, it gives rise to a more enriching experience. And not just for us as explorers or as travelers, but also as also giving something back to where we are going and experiencing it in. Next. So this is just a small summary of what I just said, right? When we do what we do, it impacts the planet, the people, and also helps, like I said, it helps the stakeholders in the microregion to make some profit. This emphasizing on microregion is right now, I think, the need of the hour. Everyone, when they talk about, say, we looked at Shimla, we looked at Munnar. Those are not micro regions. They're still as macro as we can think of, right? We need to go even smaller.
focus on a smaller patch. I think the idea is, if we are going to go explore a place, let's explore it fully than not, right? And it still doesn't have to be a to-do list. Doesn't have to be that, oh, now that we are in Ervi Peru, we need to see all 35 places. It needs to be that, okay, we are looking at 5 places. Do we have stories to take back on? Do we know, okay, that this temple was built, say, in the 5th century with complete wood material, and how beautiful is the sculptures being done on this, right? So that's where we are coming in. That's what we are taking back also. And apparently that's what our participants also enjoyed about this. So I guess the community is not just the Dharani's team feeling about this, but a lot more people. Just few feedbacks from our walks is put on your screen right now, where people have said how it was a good learning experience and they're interested in learning more. It's good to interact with new people, wonderful experience and everything. Next slide, we will also be able to show you how the Sabha event was received. We had very small kids, as you can see, also giving us feedback. They also it was a very kids friendly and also very friendly for the elders. I think a lot of people generally want to come and just spend time, see what it is about. So we've had a very good response all in all through all of our events. And I think, and that's probably also why we're also, doing more walks like this to take this message to everyone else. We can go to the next one. Over back to you, Sangeeta. So I think we have come to the ending of our webinar. If you guys have any questions or anything that you want to discuss on whatever we have talked till right now, we can have a 5-minute conversation on that right now. Hello. I'm very new to this actually. I'll introduce myself. Myself, Nikhil Das. I'm superintending archaeologist of ASI Hyderabad Circle. So, ഞാൻ മലയാളിയാണെങ്കിലും നമ്മുടെ കേരളത്തിലെ ഇത്തരം വർക്കുകളെ കുറിച്ചിട്ടൊന്നും അധികം ധാരണ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇത് വളരെ നല്ലൊരു മോഡലാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എനിക്കൊന്ന് എസ്പെഷ്യലി നമ്മുടെ സൗത്ത് സെൻട്രൽ കേരളയില് ഒരുപാട് ഇപ്പം ആസ് എൻ ആർക്കിയോളജിസ്റ്റ്, ഞാൻ ഒരു ആർക്കിയോളജിസ്റ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ ഒരു ASI ഒഫീഷ്യൽ എന്ന നിലയ്ക്ക് നമ്മൾ ടൂറിസത്തെ കാണുന്നത് നിങ്ങളെ കാണുന്നതിന് ഒരു ലിറ്റിൽ ഡിഫറെന്റ് ആയിട്ടായിരിക്കും. അപ്പോ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമുക്ക് മേജർ മോണുമെന്റ്സ് ഇല്ല, അങ്ങനത്തെ കുറെ കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ്. അപ്പോ കേരളത്തിന്റെ ഈ ഒരു സെൻട്രൽ കേരളയാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ മണിമലയാർ എന്ന് പറയുന്നത് സൗത്ത് സെൻട്രൽ കേരള പാർട്ടായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അവിടെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിങ്ങൾ ഇൻവിസൈജ് ചെയ്തു, അതിനെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തു, നല്ലൊരു മോഡലായിട്ട് ഡെവലപ്പ് ചെയ്തു. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. അതില് കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ലൈക്ക് പിന്നെ ഇടയ്ക്ക് ഒരു സഭ എന്നെന്തോ രണ്ടോ, വാട്ട് ഈസ് ദാറ്റ് സഭ, എന്താ സംഭവം? So, first of all, thank you for being here. നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു പൈലറ്റ് സ്റ്റഡിയിൽ നിന്ന് തന്നെ ഡെവലപ്പ് ചെയ്താണ് എടുത്തത്. സോ റൈറ്റ് നൗ നമ്മൾ ഇൻഹൗസ് കുറേ കൂടെ റിസർച്ചേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ദി ഐഡിയ വാസ് ടു ഹാവ് എ ലോട്ട് ഓഫ് പാരലൽ റിസർച്ച് റണ്ണിങ്. നമ്മൾ വാട്ട് വി ട്രൈങ് ടു പിച്ച് ഇസ് ദാറ്റ് നമ്മളൊരു സ്പേസിൻ്റെ ഒരു നാരറ്റീവ് ബിൽഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു സ്പേസിൻ്റെ പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേനും ഞങ്ങൾ മനസ്സിലാക്കിയത് ഒരു 2 വർഷമെങ്കിലും എടുത്ത് നമുക്ക് ഇമേഴ്സ് ചെയ്ത്, ഇപ്പോൾ നേരത്തെ സംഗീത സൂചിപ്പിച്ച പോലെ തന്നെ ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ബേസിസിലല്ലാണ്ട് ഇഫ് യു ക്യാൻ ബി എ പാർട്ട് ഓഫ് ദ ജേർണീസ് ആൻഡ് ഇഫ് യു ക്യാൻ bring travelers as well as people from the neighborhood into this conversation, അതിലൂടെ എങ്ങനെയാണ് ഒരു നാരറ്റീവ് ബിൽഡ് ചെയ്യുക. അപ്പോൾ അത് മച്ച് മോർ ഒരു ഡീപ്പർ അസോസിയേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു നാരറ്റീവ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അത് നമ്മളൊരു 2 സ്റ്റേജിലായിട്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ ഇതേപോലെ ആ ഒരു ട്രാവൽ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് സ്ക്രീനിലെ ഇടത്തെ സൈഡിൽ കാണുന്നത് ഞങ്ങൾ അന്ന് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വന്ന ഒരു ട്രാവൽ സർക്യൂട്ട്. അത് ഡെവലപ്പ് ചെയ്ത് തന്നെ ഇതേപോലെ യാത്ര ചെയ്യുന്ന കുറേ ആൾക്കാർ വന്ന് അവരുടെ കൂടെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്ത് ആ സമയത്ത് ആ നെയ്ബർഹുഡിലുള്ള ആൾക്കാരും അവർ പറഞ്ഞു തന്ന കാര്യങ്ങളും കൂടി വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. ഇത് കഴിഞ്ഞിട്ട് ഉള്ളൊരു ഇന്റർഫേസ് ആയിരുന്നു സഭ എന്ന് പറയുന്നത്. സഭ ആ വാക്ക് പോലെ തന്നെ ഒരു ഒത്തുകൂടൽ, അതായത് ഫോർ എ പെർട്ടിക്കുലർ റീസൺ. ഇവിടെ ഒരു പെർട്ടിക്കുലർ റീസൺ എന്ന് പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ we wanted to put it out to the neighborhood and to whoever is a transient crowd. അതായത് ആ നെയ്ബർഹുഡിൽ അല്ലാത്ത ആൾക്കാർ ആരാണ് ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ആർക്കിടെക്ചറൽ ഡോക്യുമെന്റേഷൻ ചെയ്തതും ഈ ഒരു ട്രെയിൽ എക്സ്പ്ലോർ ചെയ്തതും ഈ ട്രെയിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പലരായിട്ട് എടുത്ത കുറേ ഫോട്ടോസ്, അത് ടാഞ്ചിബിൾ ആവട്ടെ ഇൻടാഞ്ചിബിൾ ആവട്ടെ നാച്ചുറൽ ഹെറിറ്റേജ് ആവട്ടെ, അതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു കൺവേർജൻസ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ അവിടെ പ്രസന്റ് ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ ഈ പൈതൃകം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ ബിൽഡിങ്സ് ആയിട്ട് അല്ലെങ്കിൽ കൾച്ചറൽ ഹെറിറ്റേജ് മാത്രമായിട്ടല്ല അസോസിയേറ്റ് ചെയ്യുക. ഇന്ന് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ലോക്കൽ ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. The idea was to bring people together and make people understand that every micro region has a potential. ഞാൻ ജീവിക്കുന്ന എൻ്റെ ചുറ്റുവട്ടത്തും ഇതേപോലെ പൊട്ടൻഷ്യൽ ഉണ്ട്, എല്ലാവരും ചുറ്റുവട്ടത്തുണ്ടത്. ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് us stepping out and engaging with it. പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റേജിലാണ് ഞങ്ങളിപ്പോൾ ഹിയർ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഇസ് വി ട്രൈങ് ടു ബ്രിങ് ടുഗെദർ. ഇതൊരു അറ്റ് ദ കോർ ഓഫ് ഇറ്റ് ഈ ട്രാവൽ ബിക്കംസ് എ സപ്പോർട്ട് സിസ്റ്റം where it can bring in more conversations and bring in some sort of a financial resilience. പക്ഷെ it is also building a regional heritage archive. Built heritage archive ചെയ്ത് അല്ലെങ്കിൽ അത് ഡോക്യുമെന്റ് ചെയ്തത് തൊട്ട് നമ്മൾ നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ദി റീജിയൻ, എത്നോഗ്രഫി, അതായത് അവിടുത്തെ ആൾക്കാർ ജീവിച്ച ശൈലി, അവർ ജീവിക്കുന്ന രീതികൾ, ഓറൽ ഹിസ്റ്ററി ആവട്ടെ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ഔട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി ഒരാൾക്കാണെങ്കിലും ഈ ഒരു സ്പേസ് മനസ്സിലാക്കി തുടങ്ങാൻ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു റിസർച്ച് ആർക്കൈവ് പോലെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു ലാർജർ ഇൻഹൗസ് ഔട്ട്കം ആയിട്ടുള്ളത്. ബട്ട് ഓൾസോ ഹാവിങ് സെഡ് ദാറ്റ് ദി ഐഡിയ ഇസ് ടു ബ്രിങ് ടുഗെദർ നാരറ്റീവ്സ് ഓഫ് പ്ലേസസ്. ഇതേപോലെ നമ്മൾ ഈ പ്രാദേശിക പൈതൃകമായിട്ട് അസോസിയേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവിടെയുള്ള ആൾക്കാർക്ക് തന്നെ മനസ്സിലായി തുടങ്ങുമ്പോൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് പുറത്തുനിന്നുള്ള ആൾക്കാരും അവിടെയുള്ള ആൾക്കാരും തമ്മിൽ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ എങ്ങനെയൊക്കെ അതിൻ്റെ ഒരു റെസിലിയൻസ്, അതായത് റീജിയണൽ നെയ്ബർഹുഡ് റെസിലിയൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ, ഒരു ബോട്ടംസ് അപ്പ് അപ്രോച്ച് ടുവേർഡ്സ് ഹൗ ഡു യു ടാക്കിൾ ദീസ് ലാർജർ സസ്റ്റൈനബിലിറ്റി പ്രോബ്ലംസ് ആറ്റ് വി ടോക്കിംഗ് അബൌട്ട്. അതാണ് ഇതിൻ്റെ ഒരു കോറായിട്ട് വരുന്നത്. സോ ദാറ്റ്സ് ജസ്റ്റ് ടു ഗിവ് എ പ്രിമൈസ് ഓഫ് ഇറ്റ്. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഇപ്പം എന്താ സംഭവിച്ചേക്കുന്നതെന്ന് വെച്ചാൽ വി വർ വെരി ബ്ലെസ്ഡ് ടു ഹാവ് എ ലോട്ട് ഓഫ് മെൻറ്റേഴ്സ് ടു സപ്പോർട്ട് us ത്രൂ ദിസ് ജേർണി. അതിലൂടെ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് എൻവിഷൻ ചെയ്തേക്കുന്നതാണ് മണിമല റിവർ വാലി ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് കോട്ടയത്തെ there's a very relevant and very celebrated regional researcher ശ്രീ പള്ളിക്കോണം രാജീവ്, പുള്ളിയാണ് അതിന് നേതൃത്വം. ഈ ഒരു പ്രോജക്റ്റിനെ ഇത്രയും ഡെവലപ്പ് ചെയ്യാനും നമുക്കൊരു സെൻസ് ഓഫ് ക്ലാരിറ്റിയും സെൻസ് ഓഫ് ഡിറക്ഷനും തന്നതും ഒക്കെ രാജീവ് ചേട്ടനാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് സ്റ്റിൽ ഇൻ എ നേസൻറ്റ് സ്റ്റേജ്. പക്ഷെ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ മണിമലയാറിൻ്റെ തീരത്തുള്ള പണ്ടത്തെ പൈതൃകപരമായിട്ടുള്ള സെറ്റിൽമെന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുക, അതിൻ്റെ ഒരു നാരറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അതിലൂടെ എങ്ങനെ നമുക്ക് റിവർ ആയിട്ടുള്ള അസോസിയേഷൻസ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അതല്ലാണ്ട് കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി ഇപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരാണ് നമുക്ക് റീജിയണൽ ഹിസ്റ്ററിയുടെ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. കപ്പ എന്ന് പറഞ്ഞ് അവിടെ ഒരു ലോക്കൽ അസോസിയേഷൻ ഉണ്ട്, കല്ലൂപ്പാറ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ ആണ്. അവരാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെ കലിനറി ഹെറിറ്റേജ് ആവട്ടെ അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് ആവട്ടെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. സോ ഇൻ ദി എൻഡ് നമുക്കൊരു വെരി ഡെഫിനറ്റീവ് ടാർഗറ്റ് ബൗണ്ട് അല്ല ശരിക്കും ഔട്ട്കംസ്. ബട്ട് ദി ഐഡിയ ഇസ് ടു ബ്രിങ് ടുഗെദർ ദീസ് റീജിയണൽ അസോസിയേഷൻസ്
ആ ഒരു കസ്റ്റോഡിയൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് അവിടുന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക, ഇൻഹൗസ് ഇതിൻ്റെ ഒരു ആർക്കൈവ് ഉണ്ടാക്കാൻ പറ്റുക, ഇത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുക, കൂടുതൽ യാത്ര ചെയ്യുന്നവർ കുറച്ചുകൂടി റൈറ്റ് എത്തിക്കൽ ടൂറിസം, സ്ലോ ടൂറിസം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റിലൂടെ പ്രദേശങ്ങളിലോട്ട് യാത്ര ചെയ്യാൻ പറ്റട്ടെ. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതേപോലെ ഇനി പല കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതിൻ്റെ പൊട്ടൻഷ്യൽ ആൾക്കാർ മനസ്സിലാക്കട്ടെ. ആൻഡ് ദി ഐഡിയ ഇസ് ടു ബിൽഡ് എ ലാർജർ നെറ്റ്വർക്ക്. ജസ്റ്റ് ലൈക്ക് ഹൗ ഇഫ് ഹാവ് ടു ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് വാട്ട് ഇപ്പോൾ സലാം ഉണ്ട് ഇവിടെ. സലാം ഇപ്പോൾ പൊന്നാനിയിൽ ചെയ്യുന്നത് ആവട്ടെ, അല്ലെങ്കിൽ ഇതേപോലെ പല പ്രദേശങ്ങളിൽ ചെയ്യുന്നതാവട്ടെ, ഇതിൻ്റെ ഒക്കെ ഒരു നെറ്റ്വർക്ക് ഇതിലോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുക, വെയർ വി കെൻ ടോക്ക് അബൌട്ട് ആൻഡ് ബ്രിങ് മോർ എംഫസിസ് ഓൺ റീജിയണൽ ഹെറിറ്റേജ്. അതാണ് ഇതിൻ്റെ ഒരു ലാർജർ ഔട്ട്കം ഉണ്ടാവുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കോൺസെപ്റ്റ് ആണ് മൈക്രോ റീജിയണൽ ഹെറിറ്റേജ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഐ തിങ്ക് കേരളത്തിന് അത് വളരെ ആവശ്യം ഉള്ള ഒരു കാര്യം കൂടെയാണ് എന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോ മുസ്ലിംസ് ഹെറിറ്റേജ് പ്രോജക്ട് പോലെ അത് കുറച്ചുകൂടെ വൈഡർ ലാൻഡ്സ്കേപ്പിൽ കുറച്ചുകൂടി ലാർജർ സ്കെയിലാണ് അത് ആ പ്രോജക്റ്റ് പോകുന്നത് തോന്നുന്നു. റൈറ്റ്. സോ ഇപ്പോ ത്രൂ ഔട്ട് കേരള ഈ ഒരു മോഡൽ ഫോളോ ചെയ്യുന്നത് ഐ തിങ്ക് നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ ഇപ്പോ ഹൈദരാബാദിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് സമയമുള്ളൂ. ഐ വാസ് പോസ്റ്റഡ് ഇൻ ഹംപി. ഐ വാസ് ലുക്കിംഗ് അപ് ടു ദി നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് കർണാടക, സെൻട്രൽ പ്രൊട്ടക്റ്റഡ് മോണുമെന്റ്സ്. അപ്പോ ഹംപി ഫോക്കസ് ചെയ്യുമ്പോൾ അവിടെയും ഇത്ര ഒരു കോൺസെപ്റ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നിരുന്നു. പക്ഷെ നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഒബ്വിയസ്ലി ടൂറിസം ഡിപ്പാർട്ട്മെന്റും അവരൊക്കെയാണ് അത് കൂടുതൽ ചെയ്തത്. കൂടുതൽ കൺസർവേഷൻ ആർക്കിടെക്ട്സ് അത്രമാത്രം ഇൻവോൾവ് ആയിരുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു മോഡലൊക്കെ ഇപ്പോ നിങ്ങൾ ലാർജ് നല്ല രീതിയിൽ ചെയ്യുന്നു. അത് മേ ബി വി ക്യാൻ ടേക്ക് ഇറ്റ് ഫർദർ ഔട്ട്സൈഡ് കേരള. നിങ്ങൾ എന്തെങ്കിലും കേരളത്തിന് വെളിയിൽ ചെയ്യുന്നുണ്ടോ ഇത്തരം പ്രോജക്ട്സുകൾ എന്തെങ്കിലും? ഇല്ല. അപ്പോൾ ഇത് ശരിക്കും ഞങ്ങൾ എൻവിഷൻ ചെയ്യുന്നത് ഒരു പാൻ ഇന്ത്യ കളക്റ്റീവായി മാറുക എന്ന് തന്നെയാണ്. പക്ഷെ അതിൽ ദി ഐഡിയ ഇസ് ദാറ്റ് അതാത് റീജിയൻ്റെ കസ്റ്റോഡിയൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക, അതാത് ലോക്കൽ ഓണർഷിപ്പ് വരുമ്പോഴാണ്. ഫോർ ഇൻസ്റ്റൻസ് ഇപ്പോൾ ഞാൻ കോട്ടയത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ പത്തനംതിട്ടയിൽ ചെയ്യുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ വേരുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. കർണാടകയിൽ അല്ലെങ്കിൽ ലെറ്റ്സ് സേ ഹംപിയിൽ ഇത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ അവിടുന്ന് ഒരു ലോക്കൽ കളക്റ്റീവ് അല്ലെങ്കിൽ ലോക്കൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് അവരിലൂടെ എങ്ങനെ നമുക്കിത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കുന്നത്. So that is there at the back of our head, but not in a way that the same people will be associated with it. It is in a way where we're looking at how regional networks can come together. Yeah, of course. അത് അങ്ങനെയല്ലേ പറ്റുള്ളൂ. Anyway, it's very interesting. Yeah, Lois, you wanted to say something? യെസ്, ഹായ്. എൻ്റെ പേര് ലോയിസ്. ഞാൻ ധർമ്മയിലെ പ്രോജക്ട് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഐ തിങ്ക് ദാറ്റ്സ് നല്ല എക്കോ ഉണ്ടോ ബാക്ക്ഗ്രൗണ്ടിൽ? ഓക്കെ. സോ ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ടു നിഹിൽ ദാസ്. ഇപ്പം നമ്മുടെ ഈ ഒരു പ്രോജക്ട് മോഡൽ നമുക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിട്ട് ഇസ് ദർ എനി പോസിബിലിറ്റി ഓഫ് ലൈക്ക് ഒരു എക്സ്റ്റൻഡഡ് ഹെൽപ്പ് അല്ലെങ്കിൽ എന്തായിരിക്കും ASIക്ക് നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഒരു പ്രോജക്റ്റിന് ASI എനിക്ക് അത് പറയാൻ പറ്റത്തില്ല. കാരണം ASI കൂടുതലായിട്ടും അറിയാമല്ലോ, നമ്മുടെ മോണുമെന്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടൂറിസം ഡെവലപ്മെന്റും അതിന്റെ ചുറ്റുവട്ടത്തുള്ള സറൗണ്ടിങ് സ്പേസിന്റെ ഡെവലപ്മെന്റ്, അവിടുത്തെ സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് നോക്കുന്നത്. പക്ഷേ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോ റെസ്പെക്റ്റീവ് ഓഫ് എനി സ്റ്റേറ്റ്സ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ മിനിസ്ട്രി ഓഫ് ടൂറിസമായിട്ടും അല്ലെങ്കിൽ അതായത് സ്റ്റേറ്റ്സിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായിട്ടായിരിക്കും. പക്ഷെ അവരുടെ സൈഡിൽ നിന്നും അതുപോലെ തന്നെ ലോക്കൽ സൈഡിൽ നിന്നും നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് റിക്വസ്റ്റുകൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഹംപിയിലായിരുന്ന സമയം ഇപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് കൃഷ്ണദേവരായ ഡിസെൻഡന്റ് ഓഫ് വിജയനഗര,
ഡൈനാസ്റ്റി. അയാളുടെ പേര് കൃഷ്ണദേവരായ എന്നാണ്, എനിക്കറിയാമോ എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള വീടുണ്ട്, പുള്ളിയുടെ പാലസ്. അത് നമ്മുടെ കേരളത്തിലെ ആശാരിമാരെയും ആളുകളെയും കൊണ്ടുപോയി അദ്ദേഹം റിനോവേറ്റ് ചെയ്യുകയും പിന്നീട് അവിടെ ഇപ്പോൾ നിങ്ങൾ ഈ ശങ്കരമംഗലം തറവാടിന്റെ ആ ഒരു മോഡൽ കാണിച്ച പോലെ തന്നെ ഒരു 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 നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ട്രയലും അതുപോലെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യാനും പുള്ളിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് തവണ നമ്മളെ ASN അപ്രോച്ച് ചെയ്തു, കാരണം ഹി വാസ് നോട്ട് ഗെറ്റിംഗ് എ പ്രോപ്പർ ഫീഡ്ബാക്ക് ഓർ സപ്പോർട്ട് ഫ്രം ദി ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ASIക്ക് ഉണ്ട്. ഇപ്പോൾ തെലങ്കാനയിലാണെങ്കിലും ഒരുപാട് ഇങ്ങനെ റീജിയണൽ സ്മോൾ ലാൻഡ്സ്കേപ്പുകളിൽ ഇത്തരത്തിലുള്ള ഏൻഷ്യന്റ് വീടുകളും അല്ലെങ്കിൽ ചെറിയ ചെറിയ ഏരിയകൾ ടൂറിസത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കോപ്പ് ഇവിടെയും കാണുന്നുണ്ട്, അവരങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ASI cannot directly involve, but ASI can be a channel. I think we can support in that way. Yes, thank you so much. It would be great if you could connect with ASI from Kerala, you know. Sure. അത് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം കേരള ഇപ്പോൾ ഓരോ ASI സർക്കിളുകളും ഫംഗ്ഷൻ ചെയ്യുന്ന ബേസിക്കലി ASI ഡ്യൂട്ടി എന്ന് പറയുന്നത് മോണുമെന്റ്സിന്റെ പ്രിസർവേഷനും അതിന്റെ മാനേജ്മെന്റും കൺസർവേഷനും ഒക്കെ ആണല്ലോ. പക്ഷെ ഇപ്പൊ ആ ഒരു കുറച്ചുകൂടിയൊക്കെ ആ സിനാരിയോ മാറിയിട്ട് നമ്മളും ഈ ടൂറിസം ഇപ്പോ വാട്ട് യൂസ് ടു ഹാപ്പൺ ഓൾവേസ് ദ മാൻഡേറ്റ് ഓഫ് അല്ലെങ്കിൽ അജണ്ട ഓഫ് ASI ഈസ് ഓൺലി ടു ടേക്ക് കെയർ ഓഫ് ദ മോണുമെന്റ്സ്. പക്ഷെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് ടൂറിസം ASI മോണുമെന്റ് ആണെങ്കിലും സ്റ്റേറ്റ് ആർക്കിയോളജി മോണുമെന്റ് ആണെങ്കിലും അതർവൈസ് അതിനെ അവിടെ ഡെവലപ്പ് ചെയ്യുക, കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ കൊടുക്കുക എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഓൾവേസ് ദർ യൂസ് ടു ബി എ ക്ലാഷ് ഓഫ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് രണ്ട് മിനിസ്ട്രികളും ഒക്കെ കൂടി ചേർന്നിട്ട് ഒരുപാട് പ്രോജക്ട്സുകൾ മുമ്പോട്ട് പോകുന്നുണ്ട്. കേരളത്തിലെ അവിടുത്തെ സൂപ്രണ്ടിങ് ആർക്കിയോളജിസ്റ്റിനെ തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അയാൾ മലയാളിയാണ്, അപ്പോ അത് ചെയ്യാം. പിന്നെ ഔട്ട്സൈഡ് കേരള എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടുതൽ സംസാരിക്കാൻ കണക്ട് ചെയ്യണമെങ്കിൽ ഓൾവേസ് വെൽക്കം. നമുക്ക് വർക്ക് ടുഗദർ. That would be great opportunity for us also. ഇപ്പൊ നല്ലൊരു കോൺസെപ്റ്റ് ആണിത്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കം മുതൽ നിങ്ങൾ പ്രസന്റ് ചെയ്തു വന്നത് ആ ഒരു മൈക്രോ ലാൻഡ്സ്കേപ്പിനെ, അവിടുത്തെ ടാഞ്ചബിളും ഇൻടാഞ്ചബിൾ ആയിട്ടുള്ള ഹെർബ് കൾച്ചറിനെ ലെയർ ബൈ ലെയർ നിങ്ങൾ അതിനെ ഡോക്യുമെന്റ് ചെയ്യുന്നു, അതുവഴി അത് പ്രിസർവ് ചെയ്യപ്പെടുന്നു, അതിന്റെ ഒരു ഡോക്യുമെന്റ് ഫോം ചെയ്യുന്നു. സസ്റ്റൈനബിൾ ടൂറിസം ഡെവലപ്മെന്റ്. ഇപ്പോ നമ്മൾ എത്രമാത്രം ഹെറിറ്റേജിനെ കുറിച്ച് സംസാരിച്ചാലും until and unless നമ്മൾ അതിനകത്ത് ഒരു മോണിറ്ററി ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു എക്കോണമി ജനറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ലോങ് ടൈമിൽ അത് സസ്റ്റൈനബിൾ ആവത്തില്ല. അപ്പോ വി ആർ ഓൾസോ സ്റ്റാർട്ടഡ് തിങ്കിങ് ഇൻ ദാറ്റ് ലൈൻ. അപ്പോ നേരത്തെ നമ്മൾ ഓൺലി മോണുമെന്റിനെ പ്രിസർവ് ചെയ്ത് വെക്കുക, നിങ്ങളെ ഹെറിറ്റേജ് കൺസർവേഷൻ ആർക്കിടെക്ട്സിന്റെ ഹെൽപ്പോട് കൂടി ഡോക്യുമെന്റ് ചെയ്യുക, പിന്നെ കൺസർവേഷൻ ചെയ്യുക എന്ന് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യം സിനാരിയോ മാറി ഒരു കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റും. ഇപ്പോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഹോമിയോൺ ടൂമ്പൊക്കെ ആയിട്ട്, ഹോമിയോൺ ടൂമ്പ് അവിടുത്തെ അഗ ഖാൻ ട്രസ്റ്റും അവരുടെ വർഷങ്ങളായിട്ട് ഹോമിയോൺ ടൂമ്പ് അതിന്റെ സറൗണ്ടിങ്ങിൽ നടക്കുന്ന ഈ എന്താ പറയാ അവിടുത്തെ ഹെറിറ്റേജ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, അതൊരു നല്ലതാണ്. ഈ ഒരു വർക്ക് ഈസ് വെരി നൈസ്. ഐ മീൻ റിയലി നൈസ്. Thank you so much. അപ്പൊ ഈ ധരണി തന്നെയാണോ ഇതിനെ നിങ്ങൾ ലൈക്ക് മാർക്കറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ മുമ്പോട്ട് ഇതിനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അതോ ഇത് വലിയ ഹാൻഡ് ഓവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്? The idea is to bring in more stakeholders from different fields of expertise. അത് ഞങ്ങളുടെ ഒരു ഫീൽഡ് ഓഫ് എക്സ്പെർട്ടീസിനുള്ള ലിമിറ്റേഷൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ഇതേപോലെ പല ഡിസിപ്ലിനുള്ള ആൾക്കാർ വന്നാൽ ഇത് നമുക്ക് എഫക്റ്റീവ്ലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൻഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ബീങ് ടൂറിസം ഫോർ ദാറ്റ് മാറ്റർ. ഇതിൻ്റെ ഒരു ടൂറിസം നാരറ്റീവ് ബിൽഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ടൂറിസം സെക്ടറിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് അറിയാവുന്ന ആൾക്കാരും കൂടെ ഇതിൽ ഇൻവോൾവ് ആണ്. ബട്ട് സംബഡി ഹു അണ്ടർസ്റ്റാൻഡ്സ് ആൻഡ് ഹു ജെന്യുവൻലി ബിലീവ്സ് ഇൻ the potential of sustainable tourism and not somebody who would be more aligned with mass tourism or commercial tourism. അപ്പോൾ അതേപോലെ പല സ്പെക്ട്രം എന്നുള്ള ആൾക്കാർ
ദാറ്റ് ഇസ് വാട്ട് വി ആർ ഓൾസോ ട്രൈങ് ടു എംഫസൈസ് ഓൺ. അതായത് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടേ നമുക്ക് ഇങ്ങനൊരു ആശയത്തിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. Right. ഹായ് സലാം. ഹായ്, ഹലോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എനിക്കൊരു ഡൗട്ടേ. യാ, ശങ്കരമംഗലം തറവാടുണ്ടല്ലോ, അത് സ്റ്റാർട്ടിങ്ങിൽ അത് ഇപ്പോഴും താമസിക്കുന്നുണ്ടോ ഫാമിലീസ്, നിങ്ങൾ ഈ ഒരു ഡോക്യുമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ? അതോ എങ്ങനെയാണ് അതിന്റെ തറവാടിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? ഏതൊക്കെ രീതിയിലായിരുന്നു? ഇല്ല, അപ്പൊ ഈ തറവാട്ടില് ആൾ താമസം ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തോളം വെറുതെ കടന്ന്, അപ്പൊ അത്രയും ഡിലാപ്പിഡേറ്റഡ് ആയിട്ടുള്ള ഒരു തറവാടായിരുന്നു. പിന്നീടാണ് ഇവര് അത് റെനോവേറ്റ് ചെയ്തത്. റെനോവേറ്റ് ചെയ്യുമ്പോഴും അവർക്ക് ഓൾറെഡി അവർ താമസിക്കുന്ന വേറെ വീടുണ്ടായിരുന്നു. അപ്പൊ അവരത് റെനോവേറ്റ് ചെയ്തപ്പോൾ അവരുടെ ഫാമിലി ലീനേജിനോടുള്ള ആ ഒരു സെന്റിമെന്റൽ വാല്യൂ വെച്ചിട്ടാണ് ശരിക്കും റെനോവേറ്റ് ചെയ്തത്. പക്ഷെ റെനോവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് renovate ചെയ്യാൻ പറ്റിയതന്നെ is because they have the means for it. Like they come from a relatively privileged house. പക്ഷെ അതങ്ങനെ ഇതേ ഒരു ഇമോഷണൽ ഫ്രെയിംവർക്കിലുള്ള ഇത് റെനോവേറ്റ് ചെയ്യാൻ പറ്റാത്ത പല ആൾക്കാരുണ്ട്. അത് റെനോവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഓപ്പറേഷണൽ സ്റ്റേജ്, അതായത് അതിൽ ആൾതാമസം ഇല്ലാത്തൊരു വീടാകുമ്പോഴത്തേനും അതിന് കണ്ടിന്യൂസ് മെയിൻ്റനൻസ് ചെലവുകൾ വേറെ വരാനുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കുറേ കൺസേൺസ് വരുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഒരു ബിൽഡിംഗ് ഇറ്റ് കെൻ ഓൺലി സസ്റ്റെയിൻ ഇഫ് ഇറ്റ് ഇസ് എ ലിവിങ് സിസ്റ്റം. അതിൽ ആൾക്കാർ താമസിച്ച് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസിനുള്ള കാശെങ്കിലും നമുക്ക് അതിൽ നിന്ന് തന്നെ കിട്ടുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്കിലെങ്കിലും നിന്നാലും ഒരു ബിൽഡിംഗ് നമുക്ക് കൺസേർവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു കൺസർവേഷനെ കുറിച്ച് സംസാരിച്ചെങ്കിലും തുടങ്ങാൻ പറ്റുള്ളൂ. അതർവൈസ് ദെൻ ഇറ്റ് ജസ്റ്റ് ഫീൽസ് ലൈക്ക് എ വേസ്റ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ അവിടെ ഇപ്പോൾ സമ്മറൈസിങ്, ഫാമിലി താമസിക്കുന്നില്ല, സോ ദേ സ്റ്റാർട്ടഡ് റെന്റിങ് ഇറ്റ് ഔട്ട്. അവർ ഇതേപോലെ ഞങ്ങളുടെ വർക്ക്ഷോപ്സിന് ഞങ്ങളത് ഓൺ റെന്റ് എടുക്കുന്നുണ്ട്. അതല്ലാണ്ട് കല്യാണങ്ങൾക്ക് കുറേ ആൾക്കാർ ഇപ്പോൾ റെന്റിന് എടുക്കുന്നുണ്ട്. അതൊന്നും അല്ലാണ്ട് ഇപ്പോൾ പതുക്കെ സ്ലോലി ഇതേപോലെ ഇത് കണ്ട് ഇതിനോടുള്ള താല്പര്യം വെച്ചിട്ട് വന്ന് പതുക്കെ താമസിക്കാൻ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. സോ ഇറ്റ്സ് എ വെരി സ്ലോ സെറ്റിംഗ് സർവീസ് വില്ല മോഡൽ ദാറ്റ് ദേ ലുക്കിംഗ് അറ്റ് റൈറ്റ് നൗ. സോറി, അങ്ങനെ വരുമ്പോ ഈ നമ്മളിപ്പോ വെഡിങ്ങിനൊക്കെ കൊടുക്കുന്നുണ്ടോ, ഫാമിലീസിനൊക്കെ വരുമ്പോ സ്റ്റേ ചെയ്യാൻ, പിന്നെ നിങ്ങൾക്ക് തന്നെ ഒരു പ്രോഗ്രാമിനൊക്കെ തരുന്നു. അപ്പൊ അതിന്റെ കൊമേഴ്സ്യൽ ഷെയ്ഡ് എങ്ങനെയാണ്? അപ്പൊ ആ ഒരു വീട് എങ്ങനെ ലൈസൻസ് കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ? ടൂറിസം ലെവലിലേക്കൊക്കെ മൊത്തം കൺവേർട്ട് ചെയ്തിട്ടുണ്ടോ? അപ്പൊ അത് അവരെങ്ങനെ വില്ലിങ് ആയിരുന്നോ? അപ്പൊ അത് ഫാമിലീസ് ഒരുപാടുള്ളവരല്ല, അപ്പൊ അവർക്ക് ഇതിന്റെ ബെനിഫിറ്റ് എങ്ങനെയാണ് അത് പോകുന്നത്? അപ്പൊ എല്ലാരും അത് ഓക്കെ ആണെന്നുള്ളൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ഇല്ല, അപ്പോൾ ഇവിടെ ഇപ്പൊ അത് ഇറ്റ്സ് എ വെരി വാലിഡ് പോയിന്റ്. പല സ്ഥലത്തും ഇതേപോലെ വീടുകള് രണ്ട് മെയിൻ കാരണങ്ങളാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു വീട് ഡിമോളിഷ് ആവുന്നല്ലോ. ഒന്നെന്ന് പറഞ്ഞ് ഒരു ഫിനാൻഷ്യൽ ലയബിലിറ്റി, അതിലോട്ട് കാശ് ചെലവാക്കാനില്ലാത്തത്. രണ്ടാമത്തത് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട്, അതായത് പല ആൾക്കാർക്ക് അതിൽ എന്താണ് പറയുന്നത് അവകാശം ഉണ്ടാവും. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവിടെ. പക്ഷേ താങ്ക്ഫുള്ളി they bought, the one particular family bought all of it for themselves. അപ്പോൾ ഇപ്പം അവിടെ ഒരു സിംഗിൾ കസ്റ്റോഡിയൻഷിപ്പ് ആണുള്ളത്. അതുകൊണ്ട് അവർക്ക് വേറെ ആൾക്കാരുടെ ഒരു ഇൻവോൾവ്മെന്റ് ഒരു പ്രശ്നം വരുന്നില്ല. രണ്ടാമത്തെ കാര്യം പക്ഷേ എങ്ങനെയാന്ന് വെച്ചാൽ ഈ പഴയ, ഞാൻ അതുകൊണ്ടാണ് എടുത്തും പറഞ്ഞത്, അതിൻ്റെ മെയിൻ്റനൻസിനുള്ള പൈസയെങ്കിലും നമുക്ക് അതിനകത്ത് നിന്ന് ഈടാക്കാൻ പറ്റാന്നുള്ളത്. ഒരു പ്രോഫിറ്റ് ബേസിസിലോട്ട് പോകണമെങ്കിൽ there's a lot of homework to be done. There's a lot more rigorous involvement into a hospitality sector, which I'm not sure they are equipped for right now. Right now they are trying to just look at how the house has some sort of a regular income for itself. അതിലോട്ട് ഈ ഫോട്ടോഷൂട്ടിന് വരുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആൾക്കാർ. സോ ഒരു ലൈസൻസ്ഡ് ഒരു ഫോർമൽ എൻറ്റിറ്റി ആവാനുള്ളൊരു സ്പേസിലോട്ട് ഈ ഒരു സിസ്റ്റം വന്നിട്ടില്ല.
Salam, did I answer your question? Hi. ഓക്കെ ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി. എന്റെ ക്വസ്റ്റ്യൻ ഓക്കെ ആയിട്ട്. Lois, I'll open it to you, but can I just quickly check in with Mr. Nihil Das? I think he had something to say. Salam Samsarikimba. Mr. Nihil Das, എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? സലാമിന്റെ മനസ്സിലുള്ള കാര്യം തന്നെയായിരുന്നു എനിക്ക് ചോദിക്കാനുള്ളത്. അതേ ചോദിച്ചോളൂ. Okay, okay. Cool. Lois? Yeah, hi. So, this is a question to Nihil Das, sir. So, നമ്മള് കേരളത്തിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മോണുമെന്റ്സ് കുറവാണല്ലോ. ആൻഡ് പക്ഷെ നമുക്ക് മെറ്റീരിയൽ കൾച്ചർ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്ക് കുറെ മെറ്റീരിയൽസും ഉണ്ട്. ഓക്കെ, അതിപ്പം ഇപ്പൊ ഈ തറവാടിന്റെ കേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അത് മെറ്റീരിയൽ ഒബ്ജക്ട്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിലും ദർ ആർ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ആ ഒരു പോയിന്റിൽ ചിന്തിച്ച് പ്രോജക്ട്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബട്ട് ദർ ഇസ് ഓൾവേസ് ദ ക്വസ്റ്റ്യൻ ഓഫ് സ്കെയിലബിലിറ്റി ആൻഡ് ഓൾസോ എന്താ പറയാ, നമ്മള് പ്രോപ്പർട്ടി പൊസിഷന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി അതൊരു പ്രോപ്പർട്ടി ഓണറിന്റെ കയ്യിലായിരിക്കും ഈ തറവാട് പോലെയുള്ള ഇത് ഉണ്ടാവുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, കൺസർവേഷൻ പ്രാക്ടീസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും എന്നിട്ട് അവര് വേണ്ട മെയിൻ്റനൻസ്, റെസ്റ്റോറേഷൻ, റെനോവേഷൻ വർക്ക് എല്ലാം ചെയ്തതിന് ശേഷം അവര് ഹാൻഡ് ഓവർ ചെയ്തു. എന്നിട്ട് ആ ഫാമിലിക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് അവർക്ക് ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഫോർ എക്സാമ്പിൾ പാലിയം കൊട്ടാരമാണെങ്കിൽ അത് മ്യൂസിയം ആയിട്ട് കൺവേർട്ട് ചെയ്തു. ചേന്നമംഗലം ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എക്സിബിഷൻ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തു. സിനഗോഗ് എല്ലാം അവിടെ പറവൂർ ഏരിയയിൽ പൊളിഞ്ഞു കിടന്നത് അവര് ഗവൺമെന്റ് അതിന്റെ ഓണർഷിപ്പ് പല ആളുകളുടെ കയ്യിലാണ്. എന്നൊക്കെ ഒരുപാട് ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് ഫോർ ടൈം ബീയിങ് അവരെ കൺവിൻസ് ചെയ്ത് ഗവൺമെന്റ് ആ പ്രോജക്റ്റ് അണ്ടർ ടേക്ക് ഓവർ ചെയ്തിട്ട് അതിന്റെ റെസ്റ്റോറേഷൻ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവരെ അവിടെ ഒരു ടൂറിസം റൺ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് റൺ ചെയ്യാൻ അലോ ചെയ്തു. അങ്ങനെയാണ് അവിടെ നടക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് കേരളത്തില് ഇപ്പോ ബിൽറ്റ് ഹെറിറ്റേജ് ഡോക്യുമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് മിനിസ്ട്രി ഓഫ് കൾച്ചർ പല പ്രൊപ്പോസൽസും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ കേരളത്തിന്റെ കാര്യത്തില് ഇത്തരം ഡയറക്റ്റ് ആയിട്ട് അതിനെ ഗവൺമെന്റ് ഒരു ഫണ്ടോട് കൂടി ചെയ്യാൻ എങ്ങനെയാണെന്ന് എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത്ര ഞാൻ മനസ്സിലാക്കിയത് ധരണിക്ക് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു മുസ്ലിംസ് ഹെറിറ്റേജിനെ ഒന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം അതൊരു ലാർജ് ബോഡിയാണ്. ഇപ്പോ അതൊരു കമ്പനീസ് ആക്ടിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അവര് ഇപ്പോ പറഞ്ഞ പൊന്നാനി റീജിയൻ, അതുപോലെ നമ്മുടെ ആലപ്പുഴയില്ല ആറന്മുള ക്ഷേത്രവും അതിന്റെ ആ ഏരിയയിലുള്ള ഒരു ഹെറിറ്റേജ് ഏരിയ ഡെവലപ്പ് ചെയ്യാൻ പ്രോജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോ ഇത് പറഞ്ഞ പോലെ ഈ മണിമല അല്ലെങ്കിൽ നമ്മുടെ ഈ സൗത്ത് സെൻട്രൽ ഒരു ഇടുക്കി ജില്ലയുടെ ഹൈലാൻഡിന്റെ ഇനീഷ്യൽ ഏരിയ ആണല്ലോ, ഇതിന്റെ തുടക്കമാണല്ലോ നമ്മുടെ ഈ ഏരിയ എന്ന് പറയുന്നത്, കോട്ടയം ഇടുക്കി ആ ഭാഗം. അപ്പോൾ അവിടെ ഒരു പ്രോജക്റ്റ് പ്രപ്പോസ് ചെയ്ത് അതിന് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു മുസ്ലിംസ് അങ്ങനെയുള്ള ഏജൻസികൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെ, ഞാൻ ആക്ച്വലി റീസെന്റ് സ്പൈസ് റൂട്ട് സിമ്പോസിയം നടന്നിട്ടുണ്ടായിരുന്നല്ലോ, കോൺഫറൻസ് നടന്നിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതില് ഞാൻ ഇപ്പോഴത്തെ MD ഷാരോണിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മിഥുനെ ഓൾസോ വി മെറ്റ്. നമ്മള് എന്നെ അറിയാം, ആക്ച്വലി മിഥുൻ സാറിന് എന്നെ അറിയാം. അപ്പൊ നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ധരണിന്റെ പ്രോജക്ട് ഇങ്ങനെയാണ്, തറവാടുകളാണ് നമ്മൾ മെയിൻലി കൺസേർവ് ചെയ്യാൻ. കാരണം ആ ഒരു വെർണാക്കുലർ ആർക്കിടെക്ചർ കൺസേർവ് ചെയ്യുക, ആ നോളജ് സിസ്റ്റം
എന്താ പറയാ സസ്റ്റെയിൻ ചെയ്ത് പോവുക അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യുക, അടുത്തൊരു ജനറേഷനിലേക്ക് അത് കൊടുക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മളിങ്ങനെ നിന്ന് ചെയ്യുമ്പം വി ലുക്ക് ഇൻ ടു എ ലോട്ട് ഓഫ് മെറ്റീരിയൽ കൾച്ചറും നോളജ് പ്രൊഡക്ഷനുമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളത് സംസാരിച്ചപ്പം ഇപ്പം നമുക്ക് കിട്ടിയ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ പ്രോപ്പർട്ടി സെലക്ഷൻ ചെയ്യുന്നതിനകത്തും ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അതായത് ഒന്നെങ്കിൽ ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫിഗർ ആയിട്ടുള്ള ഒരാളുടെ പ്രോപ്പർട്ടി ആയിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു പ്രോപ്പർട്ടി ആയിരിക്കണം. അങ്ങനെയാണ്. അപ്പൊ അതൊരു ചാലഞ്ചാണ് ഞങ്ങളുടെ കേസിൽ നിന്ന് ഇങ്ങനെ മിഥുൻ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അല്ല, ഇപ്പൊ ഈ പറയുന്ന തറവാടൊക്കെ എന്തായാലും ഒരു 100 years മേളില് പഴയതാണല്ലോ. അതെ, ഇത് ശങ്കരമംഗലം 320 വർഷം പഴക്കമുണ്ട്. Yeah, Salam, you wanted to say something? നമ്മുടെ പൊന്നാനിയിൽ ഇതേപോലെ മുഷരിസിന്റെ ഒരു പ്രൊജക്റ്റില് പൊന്നാനിയിലെ ഒരു എന്താണ് പള്ളി റെനോവേറ്റ് ചെയ്തത് മുഷരിസ് ആയിരുന്നു. അപ്പോ മറ്റേ മിസിരിപ്പള്ളി എന്ന് പറയും. അതിനൊരു ചരിത്ര പ്രാധാന്യം ഉള്ളതിന്റെ പേരിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മുഷരിസ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ഒരു പള്ളീനെ റെനോവേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള കുറെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എടുത്തിട്ടാണ് കൂടുതലും മുഷരിസിന്റെ പ്രൊജക്ടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ മുഷരിസിന്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാനിൽ തന്നെ ഒരുപാട് പ്രൊജക്ടുകൾ കുറെ കൊടുത്തിട്ടും അവര് വന്നിട്ടൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഡിലേ ആണ്. മാത്രമല്ല, ഒരു പെട്ടെന്നൊരു സഡൻലി ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോഴും അതിനെ കുറിച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മുഷരിസ് എന്താണ് ഇവിടെ പൊന്നാനിൽ ചെയ്യുന്നുള്ളതിന്റെ ഒരു വ്യക്തത ഇപ്പോഴും ഇല്ല. നമ്മൾ കുറെ അതിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട്. അപ്പൊ അതിന്റെ നമുക്ക് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു NGO അതേപോലെ തന്നെ ധരണി പോലുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ പ്രൈവറ്റ് കൂടി ഇൻവോൾവ് ആയി കഴിഞ്ഞാലാണ് കുറച്ചുകൂടി സ്പീഡപ്പ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നീട് ഈ ഗവൺമെന്റ് രീതിക്ക് അവർക്കതായ പോളിസികളുണ്ട്, ടൈമുകളുണ്ട്. അങ്ങനെ ഒരുപാട് സമയം ഒരുപാട് ലാഗിങ് വരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ സലാം പറഞ്ഞതിനോട് ഒന്ന് ചോദിച്ച് പറയാണ്. പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം ഇപ്പൊ മുസ്ലിംസിന്റെ ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുസ്ലിംസിൽ അവർക്ക് സ്റ്റാഫ് സ്ട്രെങ്ത് വളരെ കുറവാണ്. അവർക്ക് ഇനഫ് ഫണ്ടുണ്ട്, അവർക്ക് ഐഡിയാസ് ഉണ്ട്, പക്ഷേ അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സ്റ്റാഫ് സ്ട്രെങ്ത് ഭയങ്കരമായിട്ടുണ്ട്. ഇപ്പൊ ഈ പൊന്നാലിയിൽ തന്നെ ഇപ്പൊ ഞാൻ ഇതിനോട് റെഗുലറായിട്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. പൊന്നാലിയിൽ തന്നെ അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അവിടെ അവർക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല, ഈ കോട്ടപ്പുറം അല്ലെങ്കിൽ നമ്മുടെ കൊടുങ്ങല്ലൂരത്തെ കാര്യങ്ങൾ വിട്ടിട്ട്. ഇപ്പോ സലാം പറഞ്ഞ പോലെ തന്നെ ഈ പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ ധരണി പോലെയുള്ള വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുകളിലെ കൂടെ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ മുസ്ലിംസ് അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് പറ്റുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് സക്സസ് ആവുള്ളൂ. ഇപ്പൊ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയതുകൊണ്ടും ഇത്തരം കാലങ്ങളോട് കാണുന്നത് ഇപ്പൊ നമ്മുടെ അടുത്തും ഒരുപാട് ക്രിറ്റിസിസം. നിങ്ങളെല്ലാം ഫോർ മെനി പീപ്പിൾ ASI is a villain always, because either ASI will say no to everything or don't do anything. സോ ഇതങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മൾ റെഗുലർലി അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഈ വെബിനാറിൽ വരാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സിനാരിയോ മാറ്റാനാണ് ഇപ്പൊ നമ്മുടെ എല്ലാ ശ്രമം. ഇപ്പോ കുറച്ചുകൂടി ഇൻവോൾവ്മെന്റ് വന്നിട്ട് കമ്മ്യൂണിറ്റി ആയാലും അതുപോലെ സ്കോളേഴ്സിന്റെ അടുത്ത് നിന്നായാലും വന്ന് അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അഡോപ്റ്റ് ഹെറിറ്റേജ് തുടങ്ങിയതുപോലെ ഒരുപാട് പുതിയ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവന്നത് ആ ഒരു നമുക്ക് സിംഗിൾ ഹാൻഡഡ് ഇത് ഓടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോ ഈ സലാം പറഞ്ഞ വളരെ വലിയ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ശരിയാണ്. എന്തായാലും ഞാൻ ഇതിന്റെ അടുത്ത് വളരെ ശക്തമായി റേസ് ചെയ്യാം. താങ്ക് യു. ജോസഫിന് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ക്വിക്ലി പറഞ്ഞ. യെസ് ഹായ്, എൻ്റെ പേര് ജോസഫ് എന്നാണ്. ഞാൻ ധർണിയുടെ മാർക്കറ്റിംഗ് ലീഡായിട്ട് വർക്ക് ചെയ്യാണ്. സോ ലൈക്ക് നിഖിൽ സർ ലാസ്റ്റ് പറഞ്ഞിരുന്ന ആ പോയിന്റിലേക്കാണ് ലൈക്ക് എൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ലൈക്ക് ഒരു അഡോപ്റ്റ് ഹെറിറ്റേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്
ഒരു ലൈക്ക് അത് നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ബേസിക്കലി എനിക്ക് ഉണ്ടായത്. ബിക്കോസ് ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മുടെ കോൺവെർസേഷൻസ് എല്ലാം ഈ ശങ്കരമംഗലം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി പ്രൈവറ്റ് പ്രോപ്പർട്ടി. സോ ബട്ട് ഈ പറയുന്ന മോണമെന്റ്സ് ആണെങ്കിൽ ലൈക്ക് എന്തെങ്കിലും കൂടുതൽ ഇപ്പൊ ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ കേസിൽ പയ്യൻ കാലതാമസം വരുമ്പം ലൈക്ക് ബീങ് ആൻ ആർക്കിടെക്ട് ആൻഡ് ഷെയറിങ് മൈ പോയിന്റ് ഓഫ് വ്യൂ, എനിക്ക് തോന്നുന്നു അതിന്റെ ടൂറിസം വാല്യൂ എത്രത്തോളം ആണെന്നുള്ളത് എനിക്ക് തോന്നുന്നു പലപ്പോഴും അതിന് ആ പ്രോപ്പർട്ടീനെ ഒന്ന് ടേക്ക് ഓവർ ചെയ്തിട്ട് അതിനെ ഒന്ന് റിവാമ്പ് ചെയ്യാന്നുള്ള ക്രൈറ്റീരിയയുടെ വലിയൊരു പാർട്ടായിട്ട് പലപ്പോഴും മാറുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ദിസ് പെർട്ടിക്കുലർ ഇനീഷ്യേറ്റീവ് വേർ വി ക്യാൻ ആക്ച്വലി അഡോപ്റ്റ് or like a property, either a property or a building or whatever be. അപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് തോന്നുന്നു മേ ബി ബിഫോർ ദിസ് പെർട്ടിക്കുലർ ഇനിഷ്യേറ്റീവ് വാസ് അനൗൺസ്ഡ്, സന്തോഷ് ജോർജ് കുളങ്ങര സാറ് വൈക്കത്ത് ഹി ഹാഡ് എ പ്രൈവറ്റ് ഐലൻഡ് കൈറ്റ് സ്പേസ്. പുള്ളിക്ക് അവിടെ പുള്ളിയുടെ തന്നെ ഒരു ആൻസെസ്റ്റോറിയൽ ഹോം ഉണ്ട്. ആൻഡ് ഹി ആക്ച്വലി ടുക്ക് ഓവർ certain other ancestorial buildings or certain other heritage buildings from different parts of Kerala. അതിൻ്റെ അകത്ത് even there is actually a college or some kind of tutorial college building, and he actually like അതുണ്ടായിരുന്ന സ്ഥലത്ത് അത് അവിടെ നിന്ന് എടുത്തിട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം സ്പെഷ്യലൈസ്ഡ് ആർക്കിടെക്ട്സ് ആൻഡ് ടെക്നീഷ്യൻസ് പുള്ളി ഐലൻഡിൽ കൊണ്ടുവന്നു. ആൻഡ് there he developed some kind of tourism. സോ പക്ഷെ നമ്മളെ സംബന്ധിച്ച് ലൈക്ക് as we already told, Dharani is more of kind of an NGO, whereas Musees is something like അതിന്റെ സ്കെയിൽ കുറച്ച് വലുതാണ്. സോ ലൈക്ക് this is actually a limitation which we are facing currently. ആൻഡ് ഇതിലേക്ക് നമുക്ക് എന്തായിരിക്കും നമ്മുടെ ഈ സ്കെയിലബിലിറ്റിയുടെ ഇഷ്യൂ കാരണം, ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പറഞ്ഞ സെൻട്രൽ കേരളയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ലൈക്ക് ബാക്കി കമ്പയർഡ് ടു ഇപ്പം സലാം സാറിന്റെ കേസിൽ എനിക്ക് കുറച്ചും കൂടെ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള മോണമെന്റ്സ് ഒക്കെ നോർത്തേൺ കേരളയിലേക്ക് ഉണ്ട്. ബട്ട് സെൻട്രൽ കേരളയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഐഡന്റിഫൈഡ് ആയിട്ടുള്ള മോണമെന്റ്സും കാര്യങ്ങളാണ് കൂടുതലുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ സ്കെയിലബിലിറ്റി ഇഷ്യൂസും നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഫണ്ടിങ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓണർഷിപ്പ് പൊസിഷൻ ഇഷ്യൂസ് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് വാട്ട് ഈസ് യുവർ തോട്ട് ഓൺ ലൈക്ക് ബ്രേക്കിംഗ് ദിസ് ലൈക്ക്, കാരണം ഇതൊരു ഈ പറയും ഗവൺമെന്റ് അടുത്ത് നമ്മൾ സംസാരിക്കുമ്പം ദ ഫസ്റ്റ് തിങ് ഐ തിങ്ക് ഓർ വാട്ട് ഐ ഫീൽ ദേ ലുക്ക് ഇൻ ടു ഈസ് like the scope of tourism. അതിനുശേഷം ഈ heritage, like why we need to conserve heritage നമ്മൾ ചോദിക്കും. Maybe for people who are interested like us, maybe to preserve the stories of the past, or അല്ലെങ്കിൽ ലൈക്ക് ആ ഒരു എന്താ പറയാ ബ്ലഡ് ലൈനിന്റെ കഥകളോ വാട്ടോ ബി അങ്ങനെയായിരിക്കാം. പക്ഷേ ഈ പറയുന്ന പോലെ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കണ്ട് നമ്മൾ കളക്റ്റീവായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ പലപ്പോഴും ഈ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ലൈക്ക് ഡു യു തിങ്ക് ദർ ഇസ് എനി പാരലൽ സ്റ്റെപ്പ് വിച്ച് വി ക്യാൻ ടേക്ക് ഫോർവേഡ്, ലൈക്ക് ഈ ജസ്റ്റ് നമ്മൾ ഗവൺമെന്റ് പ്രപ്പോസൽ നമ്മൾ കൊടുക്കുന്നതിന് ഉപരിയായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? Like being a conservationist, being a person who works in archaeological department. അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് കൂടുതൽ CSR ഫണ്ട് റേസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോ ധരണിക്കായാലും അതുപോലുള്ള NGOസിന് ഇപ്പോ ഈ അഡോപ്റ്റ് ഹെറിറ്റേജിന്റെ കോൺസെപ്റ്റ് തന്നെ അതാണല്ലോ. ഇപ്പോ ഒരു CSR ഫണ്ട് വഴി എനി പ്രൈവറ്റ് ഏജൻസി അവർക്കൊരു മോണുമെന്റ് അഡോപ്റ്റ് ചെയ്യാം. ആ മോണുമെന്റ് അഡോപ്റ്റ് ചെയ്തിട്ട് എക്സെപ്റ്റ് ദ പോൾ കൺസർവേഷൻ അത് ഒഴിച്ച് ബാക്കി ഒരു മോണുമെന്റ്സിലെ എല്ലാ വിധത്തിലുള്ള അമ്യൂണിറ്റി ഡെവലപ്മെന്റ്സും കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ ആര് വേണം? ഹെറിറ്റേജ് കൺസർവേഷൻ ആർക്കിടെക്ട്സ് വേണം, അതുപോലെ ഉള്ള ഓർഗനൈസേഷൻസ് വേണം. കാരണം ഇപ്പോ ഒരു ഹെറിറ്റേജ് സ്ട്രക്ചറിൽ തൊടുമ്പം അല്ലെങ്കിൽ നമ്മളൊരു പ്രൊട്ടക്ഷൻ മോണുമെന്റിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ കൺസർവേഷൻ പോളിസികളും ചാർട്ടറും എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് മാത്രമാണല്ലോ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൺസർവേഷൻ ആർക്കിടെക്ട്സ് തന്നെയാണ്. അപ്പോ അവിടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്കോപ്പ് വളരെയധികം മുമ്പോട്ട് വരും. കാരണം ഇപ്പോ ഈ അഡോപ്റ്റ് ഹെറിറ്റേജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെയധികം ഒരുപാട് ഏജൻസികൾ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഇപ്പോ റീസെന്റ് എനിക്കറിയാം, നിങ്ങൾ ന്യൂസ് കണ്ടോന്ന്, ഇപ്പോ ASI ഇപ്പോ കൺസർവേഷനും കൂടെ ഔട്ട്സോഴ്സ് ചെയ്യാന്ന രീതിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കാരണം നമുക്ക് വരുന്ന ഒരുപാട് പേര് ഹെറിറ്റേജിൽ ഇൻട്രസ്റ്റഡ് ആണ്, അവർക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതുപോലെ മോണുമെന്റ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു ലാൻഡ്സ്കേപ്പിന്റെ ഡെവലപ്മെന്റ് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് ഇൻട്രസ്റ്റ് ആയി വരുന്ന കുറെ ആളുകളുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് പ്രോപ്പറായിട്ട് ചാനലൈസ് ചെയ്യാനാണ് പറ്റുന്നത്.
ഇപ്പം എനിക്ക് തോന്നുന്നു ഒന്ന് ഇപ്പം ഞങ്ങളെ പോലെയുള്ള ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ ഫീൽഡില് ഈ സൈഡിൽ നിൽക്കുന്ന ഗവൺമെന്റിന്റെ സൈഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരം NGOസിനെയും ഓർഗനൈസേഷനെയും കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കും അങ്ങനെ റീച്ച് ഔട്ട് ചെയ്യാൻ ഉള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത് കുറച്ചുകൂടി നമുക്ക് ലാർജ് സ്കെയിലിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത്തരം ഓർഗനൈസേഷന്റെ സപ്പോർട്ട് ഇല്ലാതെ ഇപ്പൊ മുമ്പോട്ട് പോവാൻ പറ്റത്തില്ല. ഇപ്പോ ഗോൾക്കൊണ്ട തന്നെ ഇപ്പൊ ഇവിടെ ഹൈദരാബാദ് ഗോൾക്കൊണ്ടയിൽ ഒരുപാട് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ ആദ്യം തന്നെ എന്ത് മേജർ പ്രപ്പോസൽസ് വന്നാലും ഒരു ഹെറിറ്റേജ് ഇമ്പാക്ട് അസസ്മെന്റ് വേണം എന്നുള്ള കാര്യം മസ്റ്റാണ്. സോ വി നാച്ചുറലി അപ്രോച്ച് എ കൺസർവേഷൻ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു ഏജൻസിനെ അവരെ കൊണ്ട് വന്നിട്ട് നമ്മൾ ഈ കാര്യം ചെയ്യിക്കും. പിന്നെ ഒരു DPR ആവശ്യമാണ്. അപ്പോ ആ ഒരു DPR ഡെവലപ്പ് ചെയ്യുന്നതിനും നമ്മൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വരിക. എന്നിട്ടാണ് ഇതിന്റെ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും ഹെറിറ്റേജ് കൺസർവേഷൻ ആർക്കിടെക്ട്സിന്റെ ഭയങ്കരമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഫീൽ ഫ്രീ ടു പുട്ട് യുവർ റെസ്പോൺസ് ഇൻ ഇറ്റ്. ആൻഡ് മൂന്നാമത്തതെന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന ഇപ്പൊ ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇരവിപ്പേരൂർ കല്ലൂപ്പാറ മണിമലയാറിന്റെ തീരം ഇതിന്റെ ഒരു ചെറിയ ഹെറിറ്റേജ് വാക്ക് ഞങ്ങൾ നടത്തുന്നുണ്ടാവും January 31. If any of you want to be a part of that in person, please feel free to join us. അതിന്റെ രജിസ്ട്രേഷൻ ലിങ്കും ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. So again, I'll hand it over to Sangeeta to close. Sangeeta? So I think we had a very insightful conversation today. And ഇനി നമ്മുടെ വരാൻ പോകുന്ന നെക്സ്റ്റ് വെബിനാറിന്റെ am I on mute? ഇല്ല, ഇപ്പൊ കേൾക്കുന്നുണ്ട്. Okay, all right. Okay, so ഇനി വരാൻ പോകുന്ന വെബിനാർ will be based on okay. നെക്സ്റ്റ് വെബിനാർ വരാൻ പോകുന്നത് is basically നമ്മൾ ഇത്രയും gather ചെയ്ത information and everything we have put together as a research document. It's still in a working stage, but we'll be presenting that information and whatever we have learned from the region. ആ ഒരു മൈക്രോ റീജിയന്റെ ഹെറിറ്റേജ് സ്റ്റഡി findings to whatever extent we have understood അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആയിരിക്കും നെക്സ്റ്റ് വെബിനാറിൽ നമ്മൾ ഉണ്ടായിരിക്കുന്നത്. So അതിന്റെ details when it is happening and further details will be shared on our social media very soon. And and also on final note, we have Heritage Walk on 31st January in same region. If anybody is interested in attending it in person, you can scan the QR in front of you. That's a registration link to it. And that's it. Thank you for taking your valuable time to attend our webinar. We had a very nice time talking to you, and I hope you will attend our upcoming webinars as well. Thank you for joining us. Bye. Thank you. Thank you so much.